നമസ്തേ, ഉച്ചവാർത്തയിലേക്ക് സ്വാഗതം. നോക്കാം ഉച്ചവരെയുള്ള പ്രധാന വാർത്തകൾ. ഇറാൻ ഇസ്രയേൽ വെടിനിർത്തൽ പ്രാബല്യത്തിൽ, ദയവായി ലംഘിക്കരുതെന്ന് ഡൊണാൾഡ് ട്രംപ്. ഇറാന്റെ യുറേനിയം ശേഖരം ഭൂരിഭാഗവും നശിപ്പിച്ചെന്ന് അമേരിക്ക. ഖത്തർ പഴയപടി ശാന്തം. ഭീകരവിരുദ്ധ പോരാട്ടം ശക്തിപ്പെടുത്താൻ ഭാരതം കൂടുതൽ ആയുധങ്ങൾ വാങ്ങും. 2000 കോടിയുടെ പുതിയ കരാറിൽ ഒപ്പുവെച്ചു. പാകിസ്ഥാന് വീണ്ടും കനത്ത തിരിച്ചടി. ജലം പോഷക നദികളിലെ വൈദ്യുത പദ്ധതികൾ മരവിപ്പിക്കണമെന്ന് ഭാരതം. മോദിയെ വീണ്ടും പ്രകീർത്തിച്ച് തരൂർ. നയതന്ത്ര യാത്രയിലൂടെ പ്രകടമായത് രാജ്യത്തിന്റെ ഐക്യം. വിദേശ ഇടപെടലുകളിൽ പ്രധാനമന്ത്രി മാതൃകയെന്നും തരൂർ. ഓപ്പറേഷൻ സിന്ധുവിലൂടെ ഇസ്രായേലിലെ ആദ്യ സംഘം ഡൽഹിയിൽ. ഗുരു ഗാന്ധി സമാഗമത്തിന് 100 വയസ്സ്. ഡൽഹിയിൽ വാർഷികാഘോഷത്തിന് തിരിതെളിച്ച പ്രധാനമന്ത്രി. ഗുരുദേവ വചനങ്ങൾ മലയാളത്തിൽ ഉരുവിട്ട നരേന്ദ്രമോദി. ഓരോ ജാതി, ഓരോ മതം, ഓരോ ദൈവം മനുഷ്യനു. ഇങ്ങനെയൊരു പ്രധാനമന്ത്രി ഭാരതത്തിൽ ഉണ്ടായിട്ടില്ലെന്ന് സ്വാമി സച്ചിദാനന്ദ. അതുകൊണ്ട് രാജ്യത്തിന്റെ പുരോഗതിയാണ് ഏറ്റവും വലുത് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അതനുസരിച്ച് പ്രവർത്തിക്കുന്ന മഹാനായ ഒരു പ്രധാനമന്ത്രിയാണ് ഇന്ന് നമുക്ക് ഭാരതത്തിനുള്ളത്. സുധാകരന് അപ്രഖ്യാപിത വിലക്ക്. വീടിനടുത്ത പാർട്ടി അടിയന്തരാവസ്ഥാ പരിപാടിയിൽ ക്ഷണമില്ല. ജയിൽവാസം അനുഭവിച്ചയാൾ പടിക്ക് പുറത്ത്. CPM ചരിത്രത്തോട് നീതിയില്ലാത്ത പാർട്ടിയെന്ന് കുമ്മനം രാജശേഖരൻ. രഞ്ജിതയ്ക്ക് അന്ത്യാഞ്ജലി. പത്തനംതിട്ട പുല്ലാട് സ്കൂളിൽ പൊതുദർശനം. ഒരു നോക്ക് കാണാൻ ആയിരങ്ങൾ. ഓർമ്മകളിൽ വിതുമ്പി പ്രിയപ്പെട്ടവർ. സംസ്കാരം വൈകിട്ട്. നിലമ്പൂർ പരാജയത്തിൽ ഞെട്ടൽ മാറാതെ CPM. തിരിച്ചടിയായി ഭരണവിരുദ്ധ വികാരം. വർഗീയ പ്രചാരണങ്ങളിൽ ക്ഷീണം മറയില്ലെന്ന് പിണറായി വിരുദ്ധച്ചേരി. കൊല്ലം അഷ്ടമുടി സഹകരണ ആശുപത്രിക്കെതിരെ ഗുരുതര പരാതി. കൈയിലെ കൊഴുപ്പ് നീക്കം ചെയ്യാനെത്തിയ ആൾ 2 മാസത്തോളം കിടക്കയിൽ. റിപ്പോർട്ട് ചെയ്യാനെത്തിയ ജനം TV സംഘത്തിന് അധികൃതരുടെ ഭീഷണി. അശാന്തം പശ്ചിമേഷ്യ. വെടിനിർത്തൽ പ്രാബല്യത്തിൽ വന്നു. ദയവ് ചെയ്ത് ലംഘിക്കരുത് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഇസ്രായേലും ഇറാനും വെടിനിർത്തൽ കരാർ അംഗീകരിച്ചു. വിവരങ്ങളുമായി ഐസൺ ജോസ് ചേരുന്നു. ഐസൺ, വെടിനിർത്തൽ കരാർ നിലവിൽ വന്നു എന്ന് ട്രംപ് വ്യക്തമാക്കുന്നു. ഒപ്പം അത് ലംഘിക്കരുത് എന്നത് മുന്നറിയിപ്പിന്റെ സ്വരത്തിലാണോ മനസ്സിലാക്കേണ്ടത്? യഥാർത്ഥത്തിൽ ഇറാന്റെയും ഇസ്രായേലിന്റെയും ഇപ്പോഴത്തെ നിലപാടെന്താണ്? തീർച്ചയായും വീണ, നമുക്കിപ്പോൾ ട്രംപിൻ്റെ പോസ്റ്റിൽ നിന്നും തന്നെ വായിച്ചെടുക്കാൻ സാധിക്കുന്നത് ദയവ് ചെയ്ത് അത് ലംഘിക്കരുത് എന്ന ഒരു മുന്നറിയിപ്പാണ് നൽകിയിരിക്കുന്നത്. തീർച്ചയായും അത്തരത്തിലാണ് വാക്കുകളെങ്കിൽ കൂടി അത് ദയവ് ചെയ്ത് അത്തരത്തിലുള്ള ലംഘനങ്ങൾ തങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടാകരുത് എന്ന ഒരു നിർദ്ദേശമാണ് നൽകുന്നതെങ്കിലും അതൊരു മുന്നറിയിപ്പായി തന്നെ കണക്കാക്കാൻ സാധിക്കുമെന്നാണ് നിരീക്ഷകരെല്ലാം തന്നെ ചൂണ്ടിക്കാണിക്കുന്നത്. ലംഘിച്ചാൽ നടപടി എന്ന് തന്നെയാണ് അതിൻ്റെ അർത്ഥം എന്ന് നമുക്ക് വായിച്ചെടുക്കാൻ സാധിക്കും. ദയവ് ചെയ്ത് ലംഘിക്കരുത് എന്ന കൃത്യമായ നിലപാട് തന്നെയാണ് ട്രംപ് മുന്നോട്ട് വയ്ക്കുകയും ചെയ്തിരിക്കുന്നത്. ട്രംപ് മുന്നോട്ട് വെച്ചിരിക്കുന്ന നിലപാടിൽ നിന്ന് തന്നെ കാര്യങ്ങൾ വ്യക്തമാണ്. അതായത് ഏതെങ്കിലും രീതിയിലുള്ള ലംഘനം, അതായത് ഇത്തരത്തിലുള്ള ഈ നടപടികളെ ഏതെങ്കിലും രീതിയിൽ അല്ലെങ്കിൽ ഈ വെടിനിർത്തൽ നടപടിയെ ഏതെങ്കിലും രീതിയിൽ ലംഘിക്കുകയാണെങ്കിൽ അത് തീർച്ചയായും വലിയ നടപടികൾ വിളിച്ചു വരുത്തുമെന്ന് തന്നെയാണ് ഇതിൽ നിന്നും സൂചനകളായി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നേരത്തെ നമുക്കറിയാവുന്നതാണ്, ഇന്ന് രാവിലെയാണ് വെടിനിർത്തൽ സംബന്ധിച്ച് ഭാരതത്തിൻ്റെ സമയത്തിൽ കണക്കാക്കുമ്പോൾ ഇന്ന് രാവിലെയാണ് വെടിനിർത്തൽ സംബന്ധിച്ച് ഒരു തീരുമാനം ഉണ്ടാവുകയും ചെയ്തത്. തീരുമാനം 6 മണിക്കൂറിനുള്ളിൽ പ്രാഥമികമായി നടപ്പാക്കണമെന്നും അത് 12 മണിക്കൂറിനുള്ളിൽ
ദിവസത്തിനുള്ളിൽ രണ്ട് രാജ്യങ്ങളും വെടിനിർത്തലിലേക്ക് നീങ്ങണം, ഇസ്രയേലും ഇറാനും വെടിനിർത്തലിലേക്ക് നീങ്ങണമെന്നാണ് നിർദ്ദേശം നൽകിയിരുന്നത്. ഇപ്പോൾ വെടിനിർത്തൽ പ്രാബല്യത്തിൽ വന്നിരിക്കുന്നു. ദയവ് ചെയ്ത് അത് ലംഘിക്കരുത് എന്ന കൃത്യമായ വാക്കുകൾ കേവലം 2 വരികളിൽ മാത്രം എഴുതി അതിന് താഴെ അമേരിക്കൻ പ്രസിഡന്റ് എന്ന് മാത്രം എഴുതി വച്ചിരിക്കുന്ന ഒരു ഏറ്റവും ചെറിയൊരു സോഷ്യൽ മീഡിയ പോസ്റ്റാണ് അദ്ദേഹത്തിൻ്റെതായി പുറത്തു വന്നത്. അത്തരത്തിൽ പുറത്തു വന്ന ആ വാർത്തയിൽ നിന്ന് തന്നെ, ആ വാക്കുകളിൽ നിന്ന് തന്നെ വ്യക്തമാണ് കടുത്ത നടപടികളായിരിക്കും ഒരുപക്ഷേ ഇത് ലംഘിക്കപ്പെടുകയാണെങ്കിൽ സ്വീകരിക്കുക എന്ന്. നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ ഇസ്രയേലും ഇറാനും ഇക്കാര്യം അംഗീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇസ്രയേൽ ചില അഭിപ്രായ പ്രശ്നങ്ങളുണ്ട് അല്ലെങ്കിൽ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട് എന്ന സൂചനകളും പുറത്തു വരുന്നുണ്ട്. എങ്കിൽ കൂടി ഇരുവരും ഇക്കാര്യം അംഗീകരിച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതുവഴി ഇപ്പോൾ 12ാമത്തെ ദിവസമാണ് ഈ ആക്രമണം ആരംഭിച്ച് 12ാമത്തെ ദിവസം ഒരു ശാശ്വത സമാധാനത്തിലേക്ക് നീങ്ങുന്നതിൻ്റെ മുന്നോടിയായ നടപടി ഉണ്ടായിരിക്കുന്നു എന്നതാണ് ഏറ്റവും പുതിയ വാർത്ത. ട്രംപ് തന്നെയാണ് ഇക്കാര്യം അറിയിക്കുകയും ചെയ്യുന്നത് ലോകത്തോട്. തീർച്ചയായും ലോകം ഏറെ ആകുലതയോടെ കാത്തിരുന്ന ഒരു വിഷയത്തിനാണ് ഇപ്പോൾ പരിഹാരമായിരിക്കുന്നത്. വീണ. ഓക്കെ, ശരിയായി സർ. ഖത്തറിലെ അൽ ഉദൈദ് സൈനിക ക്യാമ്പിന് നേരെയുണ്ടായ ഇറാൻ ആക്രമണത്തെ തുടർന്ന് താൽക്കാലികമായി അടച്ച വ്യോമപാതകൾ തുറന്ന് ഗൾഫ് രാജ്യങ്ങൾ. സുരക്ഷ കണക്കിലെടുത്താണ് വ്യോമപാതകളും വിമാനത്താവളങ്ങളും താൽക്കാലികമായി അടച്ചത്. ഇസ്രയേലിൽ നിന്ന് ഒഴിപ്പിച്ച മലയാളികൾ അടങ്ങുന്ന സംഘം ഡൽഹി വിമാനത്താവളത്തിലെത്തി. ഇന്നലെ രാത്രി 11:30 വിമാനം വൈകിയാണ് എത്തിയത്. ഇറാൻ ഖത്തറിലേക്ക് മിസൈൽ അയച്ചതോടെ വ്യോമഗതാഗതം താറുമാറായിരുന്നു. 161 പേരാണ് വിമാനത്തിലുണ്ടായിരുന്നത്. അഹമ്മദാബാദ് വിമാന അപകടത്തിൽ മരിച്ച പത്തനംതിട്ട പുല്ലാട് സ്വദേശിനി രഞ്ജിത ജി നായരുടെ ഭൗതികദേഹം ജന്മനാട്ടിലെത്തിച്ചു. പുല്ലാട് ശ്രീ വിവേകാനന്ദ ഹൈസ്കൂളിൽ ഭൗതികദേഹം പൊതുദർശനത്തിന് വെച്ചപ്പോൾ നാടൊന്നടങ്കം രഞ്ജിതയ്ക്ക് യാത്രാമൊഴിയേകി. വൈകിട്ട് 4:30 വീട്ടുവളപ്പിൽ സംസ്കാരം നടക്കും. ഗുരുവിന്റെയും ഗാന്ധിയുടെയും സമാഗമത്തിന് 1 നൂറ്റാണ്ട്. ദൈവമേ കാത്തുകൊള്ളുകങ്ങ്, കൈവിടാതിങ്ങു ഞങ്ങളെ. നാവികൻ നീ ഭവാബ്ദിക്കോരാവിവൻ തോണി നിൻ പദം. നവഭാരതത്തിന്റെ അടിത്തറ ഗുരുദർശനമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. 100 വർഷം മുൻപ് ഗുരുദേവനും ഗാന്ധിജിയും തമ്മിൽ കൂടിക്കാഴ്ച നടത്തിയത് ഇന്നും പ്രചോദനമാണ്. സമത്വത്തിനു വേണ്ടി നിലകൊണ്ട ആളാണ് ഗുരുദേവൻ. ഗുരുദേവന്റെ ആശയം ഉൾക്കൊണ്ടാണ് താൻ പ്രവർത്തിക്കുന്നതെന്നും പ്രധാനമന്ത്രി കൂട്ടിച്ചേർത്തു. മലയാളത്തിലാണ് പ്രധാനമന്ത്രി തന്റെ പ്രസംഗം ആരംഭിച്ചത്. പിന്നെ എൻ്റെ എല്ലാ പ്രിയപ്പെട്ട മലയാളി സഹോദരി സഹോദരന്മാർക്ക് എൻ്റെ വിനീതമായ നമസ്കാരം. आज ये परिसर देश के इतिहास की एक अभूतपूर्व घटना को याद करने का साक्षी बन रहा है. एक ऐसी ऐतिहासिक घटना जिसने न केवल हमारे स्वतंत्रता आंदोलन को नई दिशा दी, बल्कि स्वतंत्रता के उद्देश्य को, आजाद भारत के सपने को ठोस मायने दिए. 100 साल पहले श्री नारायण गुरु और महात्मा गांधी की वो मुलाकात आज भी उतनी ही प्रेरक है, उतनी ही प्रासंगिक है. 100 साल पहले हुई वो मुलाकात सामाजिक समरसता के लिए, विकसित भारत के सामूहिक लक्ष्यों के लिए आज भी ऊर्जा के बड़े स्रोत की तरह है. ഹിന്ദുവിൽ താൻ എഴുതിയ ലേഖനത്തെക്കുറിച്ച് വീണ്ടും പ്രതികരണവുമായി ശശി തരൂർ.
ഓപ്പറേഷൻ സിന്ധൂർ നയതന്ത്രയാത്രയെക്കുറിച്ചുള്ള ലേഖനമാണിത്. രാജ്യത്തിന്റെ ഐക്യത്തെയാണ് നയതന്ത്രയാത്ര തുറന്നുകാട്ടുന്നത്. മറ്റു രാജ്യങ്ങളുമായി ഇടപെടുന്നതിൽ പ്രധാനമന്ത്രി വലിയ ഉത്സാഹം കാണിക്കുന്നുവെന്നും തരൂർ പ്രകീർത്തിച്ചു. കോൺഗ്രസിന്റെ വിദേശ നയമോ BJPയുടെ വിദേശ നയമോ എന്നൊന്നില്ല. രാജ്യത്തിന്റെ വിദേശ നയം മാത്രമാണുള്ളത്. താൻ BJPയിൽ ചേരുന്നു എന്ന് ഇതിന് അർത്ഥമില്ലെന്നും തരൂർ ചൂണ്ടിക്കാട്ടി. കൊല്ലം അഷ്ടമുടി സഹകരണ ആശുപത്രിക്കെതിരെ ചികിത്സാ പരാതി. കയ്യിലെ കൊഴുപ്പ് നീക്കം ചെയ്യാനെത്തിയ ആൾ ചികിത്സാ പിഴവിനെ തുടർന്ന് 2 മാസത്തോളമായി മറ്റൊരാശുപത്രിയിൽ ചികിത്സയിലാണ്. ചികിത്സാ പിഴവ് വാർത്തയാക്കാനെത്തിയ ജനം TV സംഘത്തിന് നേരെയും ആശുപത്രി അധികൃതരുടെ ഭീഷണിയുണ്ടായി. വിവരങ്ങളുമായി മനോജ് ചേരുന്നു. മനോജ്, ഈ ചികിത്സാ പിഴവ് എന്തായിരുന്നു? അതിനെ തുടർന്ന് അദ്ദേഹം ഇപ്പോൾ ചികിത്സാ പിഴവ് സംഭവിച്ച വ്യക്തിയുടെ അവസ്ഥ എന്താണ്? വിവരങ്ങൾ എന്താണ്? വീണ, ഏപ്രിൽ 25-ാം തീയതിയാണ് ചാത്തന്നൂർ സ്വദേശിയായിട്ടുള്ള ഹഫീസ് ഈ ചികിത്സയ്ക്ക് വേണ്ടിയിട്ട് ഇവിടെ എത്തിയത്. കൈയുടെ ശസ്ത്രക്രിയയ്ക്കായിരുന്നു, കൊഴുപ്പ് മാറ്റിവെക്കാൻ. എന്നാൽ ശസ്ത്രക്രിയ ചെയ്ത ഡോക്ടർ, അതായത് യോഗ്യതയില്ലാത്ത ഡോക്ടറാണെന്നും അതോടൊപ്പം തന്നെ ഇവരോട് പെരുമാറിയത് വളരെ മോശമായിട്ടാണെന്നും പിന്നീട് 2 മാസക്കാലമായിട്ടും ഈ കൈ വിരലുകൾ അനക്കാൻ പറ്റാത്ത രീതിയിലേക്ക് മാറിയെന്നുമാണ് പരാതിക്കാരൻ ഉന്നയിക്കുന്നത്. എന്തായാലും ആ പരാതിയുമായി അദ്ദേഹം നിയമ നടപടി സ്വീകരിക്കുകയാണ്. ഈ സംഭവം റിപ്പോർട്ട് ചെയ്യാൻ എത്തുമ്പോഴാണ് ആശുപത്രി അധികൃതരുടെ ഭാഗത്തുനിന്നും മോശമായിട്ടുള്ള പെരുമാറ്റം ഈ വാർത്താ സംഘത്തിന് നേരെയും ഉണ്ടാകുന്നത്. എന്തായാലും ഈ സംഭവവുമായി ബന്ധപ്പെട്ട് അന്വേഷിച്ചു വന്നപ്പോൾ നിരവധി ആരോപണങ്ങളാണ് ഈ ആശുപത്രിക്കെതിരെ ഉയർന്നു വന്നിരിക്കുന്നത് എന്നുള്ളതാണ്. നാട്ടുകാർക്കടക്കം ഇതിൽ പരാതിയുണ്ട്. എന്തായാലും ഈ ഒരു ചികിത്സയുമായി ബന്ധപ്പെട്ട് ഇങ്ങോട്ടേക്ക് എത്തിയപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ കാര്യങ്ങൾ അറിയാൻ സാധിച്ചോ? ഇവിടുത്തെ നമ്മൾ ഈ ഒരു പ്രശ്നം നടന്നപ്പോൾ നമ്മൾ ഇന്നലെ തൊട്ട് ഫേസ്ബുക്കിലും മറ്റ് ചാനലുകളിലും കൊടുക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് മെസ്സഞ്ചറിലും എല്ലാം ഇതേ അനുഭവങ്ങളുള്ള കൈ തളർന്നു പോയി, ഇതേ സർജറി ചെയ്ത് കൈ തളർന്ന ഒരവസ്ഥയിലുള്ളവർ നമുക്ക് മെസ്സേജ് അയക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇത് ഇവിടുത്തെ സ്ഥിരം നടക്കുന്ന ഒരു കാര്യമാണ്, അല്ലെങ്കിൽ അബദ്ധവശാൽ നടക്കുന്ന ഒരു കാര്യമല്ല. മിക്ക പേഷ്യൻറ്റുകൾക്കും ഈ ഒരു അവസ്ഥ സംഭവിക്കുന്നുണ്ട്. എല്ലാവർക്കും ഈ പാരസെറ്റമോൾ എന്ന് പറഞ്ഞ ഗുളിക തന്നെയാണ് സജസ്റ്റൻ ചെയ്യുന്നത്. ആൻറ്റിബയോട്ടിക് ആർക്കും തന്നെ നൽകില്ല. അപ്പോൾ അബദ്ധവശാലോ ഒരാൾക്ക് മാത്രമായിട്ട് സംഭവിക്കുന്ന കാര്യമല്ല, എല്ലാവർക്കും ഈ ഒരു ഇത് തന്നെയാണ് സംഭവിക്കുന്നത്. ഒരു ലൈസൻസ് ഇല്ല, ഇതൊരു മനുഷ്യ കച്ചവടമായിട്ടാണ് ഈ ഹോസ്പിറ്റൽ ഇപ്പം പ്രവർത്തിച്ചുകൊണ്ട് വരുന്നത്. തീർച്ചയായും ഇവിടെ ലൈസൻസ് ഇല്ല എന്നുള്ളത് പിന്നീട് അന്വേഷിച്ച പഞ്ചായത്തിൽ നിന്നുള്ളത് കിട്ടി ഞങ്ങൾക്ക്. 2017 ലൈസൻസേ ഉള്ളൂ, അത് ഒരു നിലയ്ക്കുള്ളേ ഉള്ളൂ. ഈ 3 നില കെട്ടി വെച്ചേക്കുന്നത് അനധികൃതമായിട്ട് കെട്ടി വെക്കുന്നതാണ്, പെർമിഷൻ ഇല്ലാതെ കെട്ടിയേക്കുന്നതാണ്. നിങ്ങളുടെ കൈയുടെ അവസ്ഥ ഇപ്പോൾ വിരലുകൾ അനക്കാൻ പറ്റാത്ത സ്ഥിതി, എനിക്ക് ഷോൾഡർ പെയിൻ, എനിക്ക് കൈ കൊണ്ട് യാതൊരു സ്വാധീനവും ഇല്ല. അതായത് പഴയതിനേക്കാൾ മോശമായിട്ടാണ് ഇപ്പോൾ പോകുന്നത്. തീർച്ചയായും. എന്തായാലും അതോടൊപ്പം തന്നെ ഇവിടെയുള്ള നാട്ടുകാരും നമ്മളോടൊപ്പം ചേരുകയാണ്. നിരവധി തവണ ഇതുപോലെ സംഭവങ്ങൾ ഇവിടെ ഉണ്ടായിട്ടുണ്ടെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും ഇവിടെ ജനപ്രതിനിധികളുണ്ട്. അതോടൊപ്പം എന്താണ് ഈ ഒരു ആശുപത്രിയെക്കുറിച്ച് ഇപ്പോൾ ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങളാണ് ഉയർന്നു വരുന്നത്. നേരത്തെ ഇത് സമാന സംഭവം തന്നെയാണ് ഇവിടെ നടന്നു വരുന്നത്. തീർച്ചയായും ഈ ആശുപത്രിയെക്കുറിച്ച് ഏകദേശം ഒരു 4-5 വർഷത്തിന് മുന്നേ തന്നെ നമ്മൾ പ്രതികരിച്ചു തുടങ്ങിയാണ്. നമ്മൾ BJPയുടെ നേതൃത്വത്തിൽ ഈ ആശുപത്രിക്കെതിരെ സമര പരിപാടികൾ നമ്മളിവിടെ നടത്തിയിട്ടുള്ളതാണ്. ഈ ആശുപത്രി ഇപ്പോൾ ഈ കഴിഞ്ഞ മാസമുണ്ടായ ഒരു സംഭവം എന്ന് പറഞ്ഞാൽ, എൻ്റെ വാർഡിൽ, ഞാൻ വയനാട് പഞ്ചായത്തിലെ 21-ാം വാർഡ് മെമ്പറാണ്. അപ്പോൾ എൻ്റെ വാർഡിൽ ഒരു അമ്മയെ ഇവിടെ ഓപ്പറേഷനായിട്ട് കൊണ്ടുവന്ന സമയത്ത് അവരെ നമ്മുടെ സൗജന്യ ചികിത്സാ കാർഡ് ഉണ്ട്, ഈ ആശുപത്രി അക്സെപ്റ്റ് ചെയ്യുന്നു എന്നുള്ള രീതിയിലാണ് ഇവിടെ അഡ്മിറ്റ് ചെയ്തതിന് ശേഷം അവരുടെ കയ്യിൽ നിന്ന് പലതവണയായി 18,000 രൂപ ബില്ല് കൊടുത്തിട്ടില്ല. 18,000 രൂപയ്ക്കും ബില്ല് കൊടുത്തിട്ടില്ല. അപ്പോൾ ആ സമയത്ത് നമ്മുടെ ഹെൽത്ത് മിനിസ്ട്രിയുടെ ഇൻസ്പെക്ഷൻ്റെ ആൾ വന്നപ്പോൾ അവരോട് പറഞ്ഞു, ബില്ല് തന്നെന്ന് പറയണം, പൈസ വാങ്ങില്ല എന്ന് പറയണം, ഇതുവരെയുള്ള ചികിത്സ മുഴുവൻ സൗജന്യമായിരുന്നു എന്ന് പറയണമെന്ന് വരെ അത്ര വരെ കള്ളത്തരം നടത്തിക്കൊണ്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു ആശുപത്രിയാണ്. ഒരു MLAയുടെ നേതൃത്വത്തിലാണ് ഇതെല്ലാം നടന്നു. ചാത്തന്നൂർ MLA GS ജയലാൽ MLAയുടെ ആശുപത്രി അദ്ദേഹത്തിൻ്റെതാണ് യഥാർത്ഥത്തിൽ ആശുപത്രി എന്നുള്ളതാണ് നമുക്കറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. വളരെയേറെ ഇവിടെ കിട്ടുന്ന ചികിത്സകളൊക്കെ യാതൊരുവിധ അടിസ്ഥാന സൗകര്യങ്ങളുമില്ല. ലിഫ്റ്റില്ല. 3 നില ബിൽഡിംഗ് ഉണ്ടാക്കി വെച്ചിട്ട് ഇതിലേക്ക് രോഗികൾക്ക് കടന്നു പോകാനായിട്ട് ലിഫ്റ്റില്ല ഈ ആശുപത്രിയിൽ. ലൈസൻസ് ഇല്ല, 2017 തീർന്ന ലൈസൻസാണ്. അതിനുശേഷം പുതുക്കിയിട്ടില്ല. മുകളിലത്തേക്ക്, അത് ഒരു നിലയ്ക്കാണ് ലൈസൻസ് ഉള്ളത്, മുകളിലത്തേക്കുള്ള നിലയ്ക്കൊന്നും ലൈസൻസ് തന്നെ ഉണ്ടായിട്ടില്ല. എങ്ങനെയൊക്കെ നമ്മൾ പരാതി നൽകിയിട്ടും ഈ ഒരു സർക്കാർ സംവിധാനങ്ങൾ മുഴുവൻ ഇവരെ സഹായിക്കുന്നു എന്നുള്ളത് കൊണ്ട് മാത്രമാണ് ഇവർ ഈ ഗുണ്ടായുസം ഇവിടെ നടത്തിപ്പോകുന്നത്. ഇപ്പോൾ തന്നെ ഈ പ്രതികരിക്കാൻ വന്ന ഇവർക്കെതിരെ ഇവിടുത്തെ സെക്യൂരിറ്റികളും സ്റ്റാഫുകളും എല്ലാം കൂടെ ഗുണ്ടായുസമാണ് കാണിച്ചത്. അപ്പോൾ അതറിഞ്ഞിട്ടാണ് നമ്മളിവിടെ ഓടിയെത്തിയത്.
എന്തായാലും നമ്മളിത് അനുവദിക്കത്തില്ല. ഇനി ഉറപ്പായിട്ടും ഇങ്ങനെ ഒരു സംഭവങ്ങൾ ഇനി ഈ ആശുപത്രിയിൽ ഉണ്ടാവാതിരിക്കാനുള്ള എല്ലാ സംവിധാനങ്ങളും പാർട്ടിയുടെ ഭാഗത്തു നിന്നായാലും ഇവിടുത്തെ നാട്ടുകാരുടെ ഭാഗത്തു നിന്നായാലും ഉണ്ടാകും എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. തീർച്ചയായും ഈ ആശുപത്രിയോട് ചേർന്ന് താമസിക്കുന്ന ആളുകളൊക്കെ ഉണ്ട്. അവർക്കും നേരത്തെ സമാനമായിട്ടുള്ള അനുഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും ഈ ചികിത്സയ്ക്കായി എത്തിയവരാണ് ഈ ഒരു ദുരിതം അനുഭവിക്കേണ്ടി വരുന്നത്. ഇതെന്നും ഇതൊരു കാഴ്ചയായി മാറുകയാണല്ലോ ഇവിടെ. ഇത് നേരത്തെ മുതലേ ഉണ്ടത്, ഇപ്പം പുതുതായിട്ട് തുടങ്ങുന്നില്ല. ആദ്യമൊക്കെ ഞങ്ങൾ പറഞ്ഞൊക്കെ നോക്കി, പിന്നെ അയലത്തൊരു ഹോസ്പിറ്റലിൽ 10 പേര് ജോലി ചെയ്ത് ജീവിക്കുന്നത് നല്ലതാണ്, അത് നമുക്ക് ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ്. പക്ഷേ ഇവരിപ്പോൾ കാട്ടിക്കൂട്ടുന്ന എല്ലാം തെമ്മാടത്തിലാണ്. കാരണം എന്ന് പറഞ്ഞാൽ ഒന്ന് രോഗികളുടെ ഒരു ഇതുമില്ല, പിന്നെ ചികിത്സാ കാർഡ് കേന്ദ്ര സർക്കാർ കൊടുക്കുന്നുണ്ട്. ആ കാർഡിൻ്റെ പൈസ അവർ വരുമ്പോഴേ 5000, 2000, 6000, 10000 വെച്ച് ആദ്യമേ ക്യാഷായിട്ട് അങ്ങ് മേടിക്കും. അതിനും ഈ ഗൂഗിൾ പേ മറ്റോ കൊടുക്കുന്ന അവർ വാങ്ങില്ല, അവർ റെഡി ക്യാഷ് വേണം. വെച്ചാൽ ഗൂഗിൾ പേ ആകുമ്പോൾ ഇന്നല്ല നാളെ അവർ കേസ് കൊടുത്താൽ ഇവർ പിടിക്കപ്പെടുന്നവർക്ക് നല്ലപോലെ അറിയാവുന്നതുകൊണ്ട് റെഡി ക്യാഷ് മേടിച്ചിട്ടാണ് ഇവരുടെ പരിപാടിയെല്ലാം. അത് കാർഡൊക്കെ വെറുതെയാണ്. കുറച്ചൊക്കെ ചികിത്സ കൊടുക്കുന്നുണ്ട്, ബാക്കിയെല്ലാം വെറുതെയാണ്. ഈ ഇതാണ് കിടക്കുന്ന. അത് മാത്രമല്ല, ബാക്കിലൊക്കെ പോയി നോക്കാൻ താങ്കൾക്ക് കാണാൻ പറ്റും, മൊത്തം വേസ്റ്റാണ്. തൊട്ടും ബാക്കിൽ കിടക്കുന്ന ജനങ്ങളെല്ലാം ഒരുപാട് കഷ്ടപ്പെട്ട അവർ പാവത്തുങ്ങളാണ്. പ്രതികരിച്ചിട്ട് ആദ്യമൊക്കെ പ്രതികരിച്ചു, രക്ഷയില്ല. ഇവരുടെ കയ്യിൽ ഗുണ്ടായ സംഘത്തിൽ നിൽക്കാൻ പറ്റത്തില്ലുണ്ട്, അവരിപ്പം പ്രതികരിക്കുന്നുമില്ല. അവർ കഷ്ടപ്പെട്ടങ്ങനെ ജീവിക്കുക. വെള്ളം തന്നെ വേറെ അവിടുന്ന് ഇവിടുന്നൊക്കെ കോരിയാണ് അവർ രക്ഷപ്പെടുന്നത്. വെച്ചാൽ വേസ്റ്റേജ് ടാങ്കൊന്നും നല്ലപോലെ ഇല്ല അവിടെ, എല്ലാം അഴുക്കാണ്. അതെല്ലാം വഴി. അതുമാത്രമല്ല, അങ്ങോട്ട് താഴ്ചയാണ്ട് ഈ തീർച്ചയായിട്ടും താഴ്ന്ന ഭാഗത്തോട്ട് വെള്ളം പോകുമല്ലോ. അതിന് വെള്ളത്തിനാരും പേടിക്കേണ്ട കാര്യമില്ലല്ലോ. അങ്ങനെ ആകെപ്പാടെ കിടന്ന ആൾക്കാർ ബുദ്ധിമുട്ടുന്ന കണ്ടീഷനിലാണ് ഇപ്പോൾ വരുന്നത്. മറ്റൊരു സംഭവം എന്ന് പറയുന്നത്, ഇവിടെ ചികിത്സയ്ക്കായി രോഗിയെ എത്തിക്കുമ്പോൾ ഡോക്ടർ ഇല്ല എന്നുള്ള ഒരു കാര്യമൊക്കെ പറഞ്ഞ് ഇവിടെയുള്ളവരെ തിരിച്ചയക്കുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായിട്ടുണ്ട് അല്ലേ? അങ്ങനെ ഒരു സംഭവം. ഫ്രണ്ടിനെ രാത്രി ഒരു 4 മണിക്ക് വന്നപ്പം ഇവിടെ സെക്യൂരിറ്റി പറഞ്ഞു, നിങ്ങൾ പോയിട്ട് രാവിലെ 6 മണിക്ക് ഡോക്ടർമാരില്ലെന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ കുറച്ച് ചെറുപ്പക്കാരെ പിള്ളേരോട് ചോദിച്ചു, നിങ്ങളിവിടെ എന്തോ നടത്തിക്കൊണ്ട് ഓപ്പണാക്കി വെച്ചാൽ എന്തിനാന്ന് ചോദിച്ചു. അപ്പോൾ ഡോക്ടറില്ല, നിങ്ങൾ പിന്നെ വരാൻ പറഞ്ഞു. ഞങ്ങൾ പറഞ്ഞു അതാണ് ഇവിടെ നിയമമെന്ന് ചോദിച്ചു. നിങ്ങളെന്തോ ഇവിടെ ഗുണ്ടായ സ്ഥലം കാണിക്കുന്നത് ചോദിച്ചു. നമ്മളെ ചോദിച്ചു. അപ്പോൾ അവർക്ക് ഇഷ്ടപ്പെട്ടില്ല. ഞങ്ങൾ അവിടെ നിന്ന് നേരെ അടുത്ത ഹോസ്പിറ്റലിൽ മെഡിസിറ്റി കൊണ്ടുപോയി. ആ ശ്വാസം മുട്ടുള്ള പയ്യനായിരുന്നു. രാത്രി ഒരു 2 മണിയാകുമ്പോൾ അവന് ശ്വാസം കിട്ടുന്നില്ല, ബോധമില്ല വന്ന് ഇവിടെ ഞങ്ങൾ കാറിനകത്ത് ഇവിടെ കൊണ്ടുവന്നപ്പം ഇവിടെ ആളില്ല. ഡോക്ടർമാർ ഡ്യൂട്ടി സമയത്ത് പോയി ചായക്കടയിൽ പോയി ജ്യൂസ് കുടിക്കാനും ഫ്രണ്ട്സിനോട് കറങ്ങാനാണ് ഇവിടെ നടക്കുന്നത്. ഇവിടെ നടന്ന് അങ്ങോട്ട് പോയിട്ട് റോഡിൽ നിന്ന് ബൈക്ക് കയറി കറങ്ങാൻ പോകും ബീച്ചിലൊക്കെ. ഒരു ഡോക്ടറാണ് ഇത്രയും വലിയ ബിൽഡിംഗ് കെട്ടിയിട്ട് ഒറ്റ ഡോക്ടറാണ് ഇവിടെ ചെയ്യുന്നത്. ഇതൊക്കെയാണ് ഡോക്ടർമാരുടെ ഉത്തരവാദിത്വം. തീർച്ചയായും ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങളാണ് ഈ ആശുപത്രിക്കെതിരെ ഉയർന്നു വരുന്നത്. അതായത് ഒരു ചികിത്സാ പിഴവ് ഞങ്ങൾ റിപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എത്തിയപ്പോഴാണ് നാട്ടുകാരടക്കം ഈ കാര്യം പറയുന്നത്. 1ഉം 2ഉം സംഭവങ്ങളല്ല, നിരവധിയായി സംഭവങ്ങൾ ഉണ്ടാകുന്നു. ഇതൊക്കെ മറച്ചു വയ്ക്കുവാനായി ഈ ആശുപത്രി ജീവനക്കാരെ ഉപയോഗിച്ച് ഗുണ്ടായിസം കാണിക്കുന്ന ഒരു രീതിയാണ് ഇവിടെയുള്ള അധികൃതർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. തീർച്ചയായും അതിന്റെ ഭാഗമായി കൂടിയാണ് ഈ സംഭവം റിപ്പോർട്ട് ചെയ്യാനെത്തിയപ്പോൾ ജനം TV സംഘത്തിന് നേരെയും ഭീഷണി ഉണ്ടായത്. പിണറായി കായലോട് SDPI സദാചാര ഗുണ്ടായിസത്തെ തുടർന്ന് യുവതി ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ 2 പ്രതികൾ വിദേശത്തേക്ക് കടന്നു. 4ഉം 5ഉം പ്രതികളാണ് രാജ്യം വിട്ടത്. ഇവർക്കായി ലുക്കൌട്ട് നോട്ടീസ് പുറത്തിറക്കും. അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും തടയുന്നതിനുള്ള നിയമനിർമ്മാണത്തിൽ നിന്നും പിന്മാറുന്നുവെന്ന് സർക്കാർ ഹൈക്കോടതിയെ അറിയിച്ചു. എന്നാൽ സർക്കാർ വിശദീകരണം തള്ളി ഹൈക്കോടതി. നിയമനിർമ്മാണം എന്തുകൊണ്ട് സാധ്യമല്ല എന്നതിനെ സംബന്ധിച്ച് പുതിയ സത്യവാങ്മൂലം സമർപ്പിക്കാൻ കോടതി നിർദ്ദേശിച്ചു. കേരള യുക്തിവാദി സംഘം നൽകിയ ഹർജിയിലായിരുന്നു സർക്കാരിന്റെ മറുപടി. രേഷ്മ ബാബു ചേരുന്ന വിവരങ്ങളുമായി. രേഷ്മ, എന്തായിരുന്നു കോടതി ഇടപെട്ട് പറഞ്ഞത്? ആഭിചാര നിരോധന നിയമനിർമ്മാണം നടത്തണമെന്നാവശ്യപ്പെട്ട് കേരള യുക്തിവാദി സംഘം നൽകിയ പൊതുതാൽപര്യ ഹർജിയിലാണ് സർക്കാർ വിശദമായിട്ടുള്ള സത്യവാങ്മൂലം സമർപ്പിച്ചത്. ഈ ആഭിചാര നിരോധന നിയമനിർമ്മാണം അക്കാര്യത്തിൽ നിന്ന് പിന്മാറുന്നു എന്നുള്ള ഒരു നിലപാടാണ് സർക്കാർ ഹൈക്കോടതിയെ അറിയിച്ചിട്ടുള്ളത്. ഈ മന്ത്രിസഭാ യോഗം അത് സംബന്ധിച്ചുള്ള ഒരു തീരുമാനം എടുത്തതായിട്ടും സംസ്ഥാന സർക്കാർ ഇന്ന് ഹൈക്കോടതിയിൽ സത്യവാങ്മൂലം ഫയൽ ചെയ്തിട്ടുണ്ട്. എന്തായാലും നിലവിൽ ഈ സത്യവാങ്മൂലം ഹൈക്കോടതി തള്ളിയിരിക്കുകയാണ്. എന്തടിസ്ഥാനത്തിലാണ് ഈ ആഭിചാര നിരോധന നിയമനിർമ്മാണം നടത്താത്തത്, അതിൽ കൃത്യമായിട്ടുള്ള വിശദീകരണം സംസ്ഥാന സർക്കാർ നൽകണമെന്നുള്ള നിലപാട് തന്നെയാണ് ഹൈക്കോടതി സ്വീകരിച്ചത്. അതിന്റെ അടിസ്ഥാനത്തിൽ 3 ആഴ്ചയ്ക്കകം തന്നെ ഈ വിശദമായിട്ടുള്ള സത്യവാങ്മൂലം വീണ്ടും പുതിയതായിട്ട് സമർപ്പിക്കാൻ സർക്കാരിന് ഹൈക്കോടതി നിർദ്ദേശം നൽകിയിരിക്കുകയാണ്. ജൂലൈ 15-ാം തീയതി ഈ പൊതുതാൽപര്യ ഹർജി ഹൈക്കോടതി വീണ്ടും പരിഗണിക്കും. KT തോമസ് കമ്മീഷന്റെ ശുപാർശ അനുസരിച്ച് ആഭിചാര നിരോധന നിയമം അത് നടത്തണം, അത് പ്രാബല്യത്തിൽ കൊണ്ടുവരണം എന്നുള്ളതായിരുന്നു ഈ ഹർജിയിലെ പ്രധാനപ്പെട്ട ആവശ്യം. പക്ഷേ ആ ഒരു തീരുമാനം
നിലവിലെടുത്തിട്ടുള്ളത് ഈ ഒരു നിയമനിർമ്മാണം വേണ്ട എന്നുള്ള തരത്തിലാണ്. ആ ഒരു നിലപാടാണ് സംസ്ഥാന സർക്കാർ എന്ന് ഹൈക്കോടതിയിൽ രേഖാമൂലം വ്യക്തമാക്കിയത്. പക്ഷെ അത് ഹൈക്കോടതി അതൃപ്തി രേഖപ്പെടുത്തുകയും അതിന്റെ കൂടാതെ ആ വിശദീകരണം തള്ളുകയും ചെയ്തിട്ടുണ്ട്. പുതിയതായിട്ടുള്ള സത്യാമൂലമാണ് ഇനി ജൂലൈ 15-ാം തീയതിക്ക് മുൻപ് ഹൈക്കോടതിയിൽ സർക്കാർ സമർപ്പിക്കേണ്ടത്. വീണ. ഓക്കെ, ശരി. മഞ്ഞുമൽ ബോയ്സ് സാമ്പത്തിക തട്ടിപ്പ് കേസിൽ നടൻ സോബിൻ ഷാഹിർ അടക്കമുള്ളവരുടെ മുൻകൂർ ജാമ്യാപേക്ഷയെ എതിർത്ത് പോലീസ് പ്രതികൾ കുറ്റം ചെയ്തു എന്നതിന് വ്യക്തമായ തെളിവുകളുണ്ട്. മരട് പോലീസാണ് ഹൈക്കോടതിയിൽ റിപ്പോർട്ട് സമർപ്പിച്ചത്. രേഷ്മ വിവരങ്ങൾ നൽകും. രേഷ്മ, ഈ വാർത്തയുടെ വിവരങ്ങൾ കൂടി. ചിത്രവുമായി ബന്ധപ്പെട്ട് സാമ്പത്തിക തട്ടിപ്പ് നടത്തിയെന്നുള്ളതിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് കേസെടുക്കുകയും ആ കേസിൽ നടൻ സൗബിൻ ഷാഹിർ അടക്കമുള്ളവർ മുൻകൂർ ജാമ്യം ആവശ്യപ്പെട്ടുകൊണ്ട് ഹൈക്കോടതിയിൽ ഹർജി നൽകുകയും ചെയ്തിരുന്നു. ഈ മുൻകൂർ ജാമ്യാപേക്ഷയെ മരട് പോലീസ് തുറന്ന് എതിർത്തിരിക്കുകയാണ്. പ്രതികൾ കുറ്റം ചെയ്തു എന്നതിന് തക്കതായിട്ടുള്ള തെളിവുകൾ പോലീസിന്റെ പക്കലുണ്ട്. സിനിമയിൽ നിന്ന് ലഭിച്ച ലാഭത്തെക്കുറിച്ചും അത് എങ്ങനെയാണ് ചെലവഴിച്ചത് ഇതടക്കമുള്ള വിശദമായിട്ടുള്ള വിവരങ്ങൾ തങ്ങൾക്ക് അറിയേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ സൗബിൻ ഷാഹിർ, ബാബു ഷാഹിർ അടക്കമുള്ള ചിത്രത്തിന്റെ നിർമ്മാതാക്കൾ ഉൾപ്പെടെയുള്ളവരെ ചോദ്യം ചെയ്യണം. അതായത് കസ്റ്റഡിയിൽ എടുത്ത് ചോദ്യം ചെയ്യേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ മുൻകൂർ ജാമ്യാപേക്ഷ ഹൈക്കോടതി അനുവദിക്കരുത് എന്നുള്ളതാണ് എതിർ സത്യാമൂലത്തിൽ പോലീസ് വ്യക്തമാക്കിയിട്ടുള്ളത്. നേരത്തെ തന്നെ ചോദ്യം ചെയ്യലിന് വേണ്ടിയിട്ട് ഹാജരാകാൻ ആവശ്യപ്പെട്ടുകൊണ്ട് പ്രതികൾക്ക് നോട്ടീസ് അയച്ചിരുന്നു. ഒന്നാം പ്രതിയായിട്ടുള്ള ഷോൺ ആന്റണി ഈ നോട്ടീസ് കൈപ്പറ്റുകയോ ഹാജരാകുകയോ ചെയ്തിട്ടില്ല. സൗബിൻ ഷാഹിറും ബാബു ഷാഹിറും ചോദ്യം ചെയ്യലിന് ഹാജരായില്ല. ഈ പരാതിക്കാരനെന്ന് പറയുന്ന അരൂർ സ്വദേശിക്ക് നേരത്തെ ഈ പ്രതികൾ ഈ കേസെടുത്തതിന് തൊട്ടു പിന്നാലെ 6 കോടിയോളം രൂപ, ഏകദേശം കൃത്യമായിട്ട് പറഞ്ഞാൽ 5.99 കോടി രൂപ തിരിച്ചു നൽകിയിരുന്നു. ഈ കുറ്റകൃത്യം നടന്നിട്ടുണ്ടെന്ന് പോലീസ് അത് കണ്ടെത്തിയതിന്റെ അടിസ്ഥാനത്തിലായിരുന്നു. അതിനുശേഷമായിരുന്നു സൗബിൻ ഷാഹിർ ഉൾപ്പെടെയുള്ളവർ പരാതിക്കാരന് 6 കോടിയോളം രൂപ തിരിച്ചു നൽകിയത്. അതുകൊണ്ട് തന്നെ ഈ ലാഭവിഹിതവും ഈ പണം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ എന്തിനുപയോഗിച്ചു ഇതടക്കമുള്ള കാര്യങ്ങൾ ചോദിച്ചറിയേണ്ടതുണ്ട്. അതിനും പ്രതികളെ കസ്റ്റഡിയിൽ വേണമെന്നുള്ള നിലപാടാണ് മറുപടിയായിട്ട് ഹൈക്കോടതിയിൽ പോലീസ് നൽകിയിട്ടുള്ളത്. സൗബിൻ ഷാഹിറിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിച്ച സമയത്താണ് പോലീസ് ഇക്കാര്യം വ്യക്തമാക്കിയത്. ശരി. വർഗീയ ശക്തികളെ കൂട്ടുപിടിച്ചിട്ടും നിലമ്പൂരിൽ ഏറ്റുവാങ്ങിയ വൻ പരാജയത്തിന്റെ ഞെട്ടലിൽ മുഖ്യമന്ത്രിയും ഇടതുമുന്നണിയും. ഭരണവിരുദ്ധ വികാരവും പാർട്ടി സംഘടനാ സംവിധാനത്തിന്റെ വീഴ്ചയും തിരിച്ചടിയായെന്നാണ് വിലയിരുത്തൽ. ഭരണപരാജയം മറയ്ക്കാൻ വർഗീയ പ്രചാരണം മതിയാവില്ലെന്ന് പാർട്ടി വേദികളിൽ ഉന്നയിക്കാൻ പിണറായി വിരുദ്ധ ചേരി. തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലും വലിയ തിരിച്ചടി പ്രതീക്ഷിക്കാമെന്നും CPM-ൽ അടക്കം പറച്ചിൽ. തുടർഭരണമോഹങ്ങളുമായി രണ്ടാം പിണറായി സർക്കാർ അവസാന ലാപ്പിൽ കൊതിച്ചത് നിലമ്പൂരിലെ മിന്നുന്ന വിജയം. മുസ്ലിം ഭൂരിപക്ഷ മേഖലയിൽ PDP പോലെയുള്ള തീവ്ര വർഗീയ ശക്തികളുമായി പരസ്യ ബാന്ധവം, ഒപ്പം പച്ചയായ വർഗീയ പ്രചരണവും. പാർട്ടിക്ക് കിട്ടാവുന്ന ഏറ്റവും വലിയ കരുത്തിനെ ഇറക്കിയിട്ടും നിലമ്പൂർ CPM-നും ഇടതുമുന്നണിക്കും ഏൽപ്പിച്ചത് കനത്ത ആഘാതം. വിവാദങ്ങൾ നിറഞ്ഞ രണ്ടാം ഭരണത്തിലെ എല്ലാ ജനവിരുദ്ധതയും നിലമ്പൂരിൽ ചർച്ചയായെന്ന് തന്നെയാണ് ഫലം സൂചിപ്പിക്കുന്നത്. മുഖ്യമന്ത്രിയുടെ മകളുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ, വന്യജീവി ആക്രമണമടക്കമുള്ള മലയോര മേഖലയിലെ പ്രശ്നങ്ങൾ, വികസന മുരടിപ്പ്, ഇവയെല്ലാം നിലമ്പൂരുകാരുടെ വോട്ടുകളെ സ്വാധീനിച്ചിട്ടുണ്ടെന്ന് വ്യക്തം. അൻവറും UDF-ഉം ചേർന്നാകെ 55.40% വോട്ടുകളാണ് നിലമ്പൂരിൽ പിടിച്ചത്. BJP-യും മറ്റുള്ളവരും കൂടി ചേരുമ്പോൾ 62.12% വോട്ടുകളും LDF-നെതിരെ. പൊറുതിമുട്ടിച്ച സർക്കാരിനോടുള്ള ജനവിദ്വേഷത്തിന് ഈ കണക്കുകൾ തന്നെ തെളിവ്. പിണറായി നാടിനെ തകർക്കുമെന്ന വാദം, ക്ഷേമ പെൻഷൻ വിതരണത്തിലെ പാളിച്ചകൾ, ആരോഗ്യരംഗത്തെ പ്രശ്നങ്ങൾ എന്നിവയെല്ലാം ഭരണവിരുദ്ധത ആളിക്കത്തിച്ചിട്ടുണ്ട്. സർക്കാർ ജീവനക്കാരുടെ വോട്ടുകളെടുത്താൽ ഭരണവിരുദ്ധതയ്ക്ക് കുറച്ചുകൂടി വ്യക്തത വരും. ആകെ പോൾ ചെയ്ത 1322 തപാൽ വോട്ടുകളിൽ 501 വോട്ടുകൾ മാത്രമാണ് സ്വരാജിന് ലഭിച്ചത്. അതായത് 38% മാത്രം. ആര്യാടൻ ഷൗക്കത്തിന് 680-ഉം BJP-ക്ക് 86-ഉം അൻവറിന് 70 വോട്ടുകളും ലഭിച്ചു. തപാൽ വോട്ട് ചെയ്ത സർക്കാർ ജീവനക്കാരിൽ 62%-വും സർക്കാരിനെതിരെ. തദ്ദേശ തെരഞ്ഞെടുപ്പിലും നിയമസഭാ തെരഞ്ഞെടുപ്പിലും ഭരണവിരുദ്ധ വികാരം ആളിക്കത്തുമെന്ന സൂചനയാണ് ഈ കണക്കുകൾ നൽകുന്നത്. ഇത് തന്നെയാകും മുഖ്യമന്ത്രിക്കെതിരെ പാർട്ടിയിലെ എതിർചേരിയും ആയുധമാക്കുക. വർഗീയവാദികളോട് കൂട്ടുകൂടിയും വിഷം കുത്തിനിറച്ചും തെരഞ്ഞെടുപ്പിൽ ഭരണപരാജയം മറച്ചുപിടിക്കാൻ കഴിയില്ലെന്ന യാഥാർത്ഥ്യം പിണറായി വിരുദ്ധർ പാർട്ടി വേദികളിൽ ഉന്നയിക്കാൻ തന്നെയാണ് സാധ്യത. ജനം, തിരുവനന്തപുരം. നിലമ്പൂർ നിയമസഭാ മണ്ഡലത്തിൽ നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ PV അൻവറിന് 20,000-ഓളം വോട്ട് ലഭിച്ചത് STPI പിന്തുണയിൽ. മണ്ഡലത്തിൽ STPI മത്സരിച്ചെങ്കിലും അടിസ്ഥാന വോട്ടുകൾ പോലും പിടിക്കാൻ കഴിഞ്ഞില്ല. മതമൗലികവാദ സംഘടനയുടെ പിന്തുണ UDF-നും തുണയായി. പേരിനൊരു മത്സരം, അങ്ങനെയായിരുന്നു മതതീവ്രവാദ ശക്തിയായ STPI-യുടെ നിലമ്പൂരിലെ പോര്. PV അൻവറിനും UDF-നും വോട്ട് മറിച്ചു നൽകുകയായിരുന്നു STPI.
തിരഞ്ഞെടുപ്പിന് മുൻപ് തന്നെ ജമാഅത്തെ ഇസ്ലാമി നേതാക്കളുമായും SDPIയുമായും അൻവർ രഹസ്യ ചർച്ച നടത്തിയിരുന്നു. എന്നാൽ UDFന്റെ വിജയസാധ്യത മനസ്സിലാക്കി അവർക്ക് പിന്തുണ നൽകാൻ ജമാഅത്തെ ഇസ്ലാമി തീരുമാനിച്ചു. SDPI ഒറ്റയ്ക്ക് മത്സരിക്കാനും തീരുമാനിച്ചു. എന്നാൽ അൻവറുമായുള്ള ധാരണയുടെ അടിസ്ഥാനത്തിൽ വോട്ട് മറിച്ചു നൽകി. മണ്ഡലത്തിൽ 4000-ലേറെ അടിസ്ഥാന വോട്ടുള്ള ഈ മതമൗലികവാദ സംഘടനയ്ക്ക് ഇത്തവണ ലഭിച്ചത് 2077 വോട്ട് മാത്രമാണ്. 1.18% വോട്ട് മാത്രം. 2016-ൽ SDPI സ്ഥാനാർത്ഥിയായി K ബാബുമണി മത്സരിച്ചപ്പോൾ 4751 വോട്ട് ലഭിച്ചിരുന്നു. 2021-ലും ഇതേ സ്ഥാനാർത്ഥി മത്സരിച്ചപ്പോൾ 3281 വോട്ടുകൾ നേടി. എന്നാൽ 2077 വോട്ട് മാത്രം നേടിയ SDPI ഇത്തവണ വോട്ട് അൻവറിന് മറിച്ചു. UDF സ്ഥാനാർത്ഥി ആര്യാടൻ ഷൗക്കത്തിനും വോട്ട് മറിച്ചു നൽകിയെന്നും വിലയിരുത്തൽ ഉണ്ട്. LDF വിട്ട സമയത്ത് PV അൻവർ നിലമ്പൂർ ചന്തക്കുന്നിൽ സംഘടിപ്പിച്ച പൊതുയോഗത്തിൽ നിരവധി SDPI ജമാഅത്തെ ഇസ്ലാമി പ്രവർത്തകർ പങ്കെടുത്തിരുന്നു. മത തീവ്രവാദ സംഘടനകൾക്ക് കുടപിടിക്കുന്ന നിലപാടുകളാണ് അൻവറും സ്വീകരിക്കുന്നത്. PV അൻവറിന്റെ തീവ്ര നിലപാടുകൾ തന്നെയാണ് ഇത്തരം സംഘടനകളെ ആകർഷിക്കുന്നത്. അണിയറയിലെ രഹസ്യ നീക്കങ്ങൾ തന്നെയാണ് PV അൻവറിന്റെ വോട്ടുകളും. നിലമ്പൂരിൽ നിന്നും ക്യാമറാമാൻ കൃഷ്ണകുമാറിനൊപ്പം ശിവദാസ് കന്മനം, ജനം. ആലപ്പുഴയിൽ CPIയിലെ ഗ്രൂപ്പ് പോര് ശക്തമാകുന്നു. എതിർശബ്ദം ഇല്ലാതാക്കാൻ ജില്ലാ നേതൃത്വം ശ്രമിക്കുന്നതായി ആക്ഷേപം. ജില്ലാ സെക്രട്ടറിയെ മാറ്റാൻ കരുനീക്കവുമായി മറുപക്ഷവും രംഗത്ത്. ജില്ലാ സമ്മേളനം 27 നടക്കും. നിർത്തിവച്ച ആലപ്പുഴ മണ്ഡലം സമ്മേളന വിഷയം ഇന്ന് സംസ്ഥാന എക്സിക്യൂട്ടീവ് യോഗം ചർച്ച ചെയ്യും. CPI ജില്ലാ സമ്മേളനം ഈ വരുന്ന 27-ന് കായംകുളം ഭരണിക്കാവിൽ ആരംഭിക്കുമ്പോൾ സമ്മേളനം നിലവിലെ ജില്ലാ നേതൃത്വത്തിന് അനുകൂലമാക്കാനുള്ള കരുനീക്കമാണ് ജില്ലാ സെക്രട്ടറി TJ ആഞ്ചലോസിൻ്റെ നേതൃത്വത്തിൽ നടക്കുന്നത്. ആലപ്പുഴ ഒഴികെയുള്ള 15 മണ്ഡലങ്ങളിൽ ഒരിടത്തുപോലും സെക്രട്ടറിമാരെ മാറ്റാതെയും അനുകൂല നിലപാടുള്ളവരെ ജില്ലാ സമ്മേളന പ്രതിനിധികളാക്കിയുമാണ് മണ്ഡലം സമ്മേളനങ്ങൾ പൂർത്തിയാക്കിയത്. മത്സരത്തെ തുടർന്ന് നിർത്തിവെച്ച ആലപ്പുഴ മണ്ഡലം സമ്മേളനത്തെക്കുറിച്ച് ഇന്ന് ചേരുന്ന സ്റ്റേറ്റ് എക്സിക്യൂട്ടീവ് യോഗം ചർച്ച ചെയ്യും. ഇതിലെ തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിലാകും ആലപ്പുഴ മണ്ഡലത്തിലെ പ്രതിനിധികൾക്ക് ജില്ലാ സമ്മേളനത്തിൽ പങ്കെടുക്കാൻ സാധിക്കുമോ എന്നതിൽ വ്യക്തതയുണ്ടാവൂ. ജില്ലാ സെക്രട്ടറി മാറിയാൽ G കൃഷ്ണപ്രസാദ് സെക്രട്ടറി ആകാതിരിക്കാനുള്ള കരുനീക്കമാണ് ജില്ലാ നേതൃത്വം നടത്തുന്നത്. മാവേലിക്കരയിൽ നിന്നുള്ള സോളമനെ സെക്രട്ടറിയാക്കാനാണ് ആഞ്ചലോസ് പക്ഷത്തിൻ്റെ നീക്കം. വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തനത്തിലൂടെ വന്നവരെ സംഘടനയിൽ നിന്നും അകറ്റി നിർത്തുന്നതായും G കൃഷ്ണപ്രസാദ്, A അജികുമാർ തുടങ്ങി ഒരു വിഭാഗം നേതാക്കളെ അവഗണിക്കുന്നതായും പരാതി ഉയരുന്നുണ്ട്. AIYFൻ്റെയും AESFൻ്റെയും മുൻ സംസ്ഥാന പ്രസിഡന്റാണ് G കൃഷ്ണപ്രസാദ്. സംസ്ഥാന കമ്മിറ്റി അംഗമായ കൃഷ്ണപ്രസാദിനെ ജില്ലയിലെ തെക്കൻ മേഖലകളിലെ സമ്മേളനങ്ങളിൽ പങ്കെടുക്കുന്നതിൽ നിന്നും പൂർണ്ണമായും ഒഴിവാക്കിയിരുന്നു. യുവ നേതാക്കൾക്ക് വേണ്ട പരിഗണന നൽകുന്നില്ലെന്നും ആക്ഷേപം ഉയരുന്നുണ്ട്. ആലപ്പുഴ മണ്ഡലം സമ്മേളനം നിർത്തിവെച്ചതിൽ അന്വേഷണം തുടരുകയാണ്. സംസ്ഥാന സമ്മേളനത്തിൻ്റെ ആതിഥേയ മണ്ഡലം കമ്മിറ്റിയാണ് ആലപ്പുഴ മണ്ഡലം കമ്മിറ്റി. ഇതേസമയം ജില്ലാ സെക്രട്ടറി അടക്കം മാറ്റി സമഗ്രമായ അഴിച്ചുപണിക്കാണ് മറുപക്ഷം കോപ്പുകൂട്ടുന്നത്. സുധീഷ് ഗോപാൽ, ജനം, ആലപ്പുഴ. അടിയന്തരാവസ്ഥയുടെ 50-ാം വാർഷികാചരണത്തിന്റെ ഭാഗമായി CPM അമ്പലപ്പുഴയിൽ സംഘടിപ്പിക്കുന്ന പരിപാടിയിൽ അടിയന്തരാവസ്ഥ കാലത്ത് ജയിൽവാസം അനുഭവിച്ച G സുധാകരന് ക്ഷണമില്ല. G സുധാകരന്റെ വസതിക്ക് സമീപം നടക്കുന്ന പരിപാടിയിലാണ് ഈ അവഗണന. സുധാകരന് പാർട്ടി അപ്രഖ്യാപിത വിലക്ക് ഏർപ്പെടുത്തുന്നതിന് ദൃഷ്ടാന്തം കൂടിയാവുകയാണ് അടിയന്തരാവസ്ഥയുടെ 50-ാം വാർഷികാചരണം. അടിയന്തരാവസ്ഥ തടവുകാരായ CPM നേതാക്കളിൽ ആലപ്പുഴക്കാരായി ജീവിച്ചിരിക്കുന്നത് VS അച്യുതാനന്ദനും S രാമചന്ദ്രൻപിള്ളയും G സുധാകരനും മാത്രമാണ്. ഇവരുടെ പേര് പോലും പരാമർശിക്കാതെയാണ് CPM ആലപ്പുഴയിൽ അടിയന്തരാവസ്ഥാ ദിനാചരണത്തിൻ്റെ ഭാഗമായി പരിപാടി സംഘടിപ്പിക്കുന്നത്. G സുധാകരൻ്റെ വസതിക്ക് സമീപത്ത് വെച്ച് സംഘടിപ്പിക്കുന്ന പരിപാടിയിൽ പങ്കെടുക്കുന്നത് CPM ജില്ലാ സെക്രട്ടറി R നാസറും H സലാം MLAയും CPM സംസ്ഥാന കമ്മിറ്റി അംഗം K അനിൽകുമാറുമാണ്. CPM ജില്ലാ കമ്മിറ്റിയുടെ ഭാഗമായി പ്രവർത്തിക്കുന്ന സുശീല ഗോപാലൻ പഠന ഗവേഷണ കേന്ദ്രമാണ് പരിപാടി സംഘടിപ്പിക്കുന്നത്. G സുധാകരൻ്റെ വസതി ഉൾപ്പെടുന്ന പുന്നപ്ര വടക്കു പഞ്ചായത്തിലെ EMS കമ്മ്യൂണിറ്റി ഹാളിൽ നാളെ ഉച്ചയ്ക്ക് 2-നാണ് അടിയന്തരാവസ്ഥ അർദ്ധ ഫാസിസ്റ്റ് വാഴ്ചയുടെ 50 വർഷം എന്ന പേരിൽ പരിപാടി സംഘടിപ്പിക്കുന്നത്. സുധാകരനോടുള്ള ഈ അവഗണന CPM അപ്രഖ്യാപിത വിലക്ക് ഏർപ്പെടുത്തിയതിൻ്റെ ദൃഷ്ടാന്തമാവുകയാണ്. സുധീഷ് ഗോപാൽ, ജനം, ആലപ്പുഴ.
പെഹൽഗാം ഭീകരാക്രമണം നടത്തിയത് പാക് ഭീകരർ തന്നെയെന്ന് NIA. ഭീകരാക്രമണം നടത്തിയ 3 പേരെ തിരിച്ചറിഞ്ഞു. ദൃക്സാക്ഷികളും വീഡിയോ ദൃശ്യങ്ങളും പരിശോധിച്ചാണ് ഭീകരരെ തിരിച്ചറിഞ്ഞത്. ഭീകരർക്ക് സഹായം നൽകിയതിന് പിടിയിലായവരുടെ റിമാൻഡ് റിപ്പോർട്ടിലാണ് ഇക്കാര്യങ്ങളുള്ളത്. ജിഷ്ണു കൃഷ്ണൻ ചേരുന്ന വിവരങ്ങളുമായി. ജിഷ്ണു, വിവരങ്ങൾ എന്താണ്? വീണ, പെഹൽഗാമിൽ വിനോദസഞ്ചാരികളെ മതം ചോദിച്ചുകൊണ്ട് നടത്തിയിട്ടുള്ള ഭീകരാക്രമണം നടത്തിയത് പാക് കേന്ദ്രീകൃത ഭീകര സംഘടനകൾ ലഷ്കർ-ഇ-തോയ്ബയാണ് എന്നുള്ളത് നേരത്തെ തന്നെ കേന്ദ്ര ഏജൻസികൾ റിപ്പോർട്ട് ചെയ്തിരുന്നു. പക്ഷേ അതിൽ നേരത്തെ ജമ്മു കാശ്മീർ പോലീസ് തയ്യാറാക്കിയിട്ടുള്ള രേഖാചിത്രപ്രകാരം 3 പാകിസ്ഥാൻ ഭീകരരും ഒപ്പം മറ്റ് പ്രാദേശിക ഭീകരരും ചേർന്നുകൊണ്ടാണ് ഈ ഭീകരാക്രമണം നടത്തിയത് എന്നൊരു നിഗമനവും അത്തരത്തിലുള്ള പ്രചാരണവും നടന്നിരുന്നു. എന്നാൽ അത് തീർത്തും തെറ്റാണ് എന്നുള്ളതാണ് നിലവിൽ ഏറ്റവും പുതുതായി പുറത്തു വന്നിട്ടുള്ള റിപ്പോർട്ട് ചൂണ്ടിക്കാണിക്കുന്നത്. ദേശീയ അന്വേഷണ ഏജൻസി NIA ആണ് പെഹൽഗാം ഭീകരാക്രമണത്തിൽ ഔദ്യോഗികമായിട്ടുള്ള അന്വേഷണം നടത്തുന്നത്. NIA കോടതിയിൽ നൽകിയിട്ടുള്ള റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടിയിട്ടുള്ളത് പെഹൽഗാം ഭീകരാക്രമണം നടത്തിയത് 3 പാകിസ്ഥാൻ ഭീകരരാണ്. നേരത്തെ പുറത്തുവിട്ടിട്ടുള്ള രേഖാചിത്രത്തിലുള്ളവർ ഭീകരാക്രമണത്തിൽ നേരിട്ട് പങ്കെടുത്തിട്ടില്ല എന്ന വിവരമാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഈ പാകിസ്ഥാൻ ഭീകരരുടെ പേര് വിവരങ്ങൾ ഉടൻ തന്നെ പുറത്തുവിടും. അതിൻ്റെ അന്വേഷണം പുരോഗമിക്കുകയാണ്. നിലവിൽ അക്കാര്യങ്ങൾ വെളിപ്പെടുത്തുന്നത് അന്വേഷണത്തെ ബാധിക്കും എന്നുള്ളതുകൊണ്ട് ഈ പാകിസ്ഥാൻ ഭീകരരുടെ പേരുൾപ്പെടെയുള്ള വിവരങ്ങൾ വളരെ രഹസ്യമായി സൂക്ഷിക്കുമെന്നും അത് ഉചിതമായ ഘട്ടത്തിൽ പുറത്തുവിടും എന്നുള്ളതാണ് ദേശീയ അന്വേഷണ ഏജൻസി ചൂണ്ടിക്കാട്ടിയിട്ടുള്ളത്. ഈ പെഹൽഗാമിൽ ഭീകരാക്രമണത്തിനെത്തിയിട്ടുള്ള ഭീകരർക്ക്, അതിർത്തി കടന്നെത്തിയിട്ടുള്ള ഭീകരർക്ക് പ്രാദേശികമായ സഹായം നൽകിയിട്ടുള്ള 2 പേരെയും കഴിഞ്ഞ ദിവസങ്ങളിൽ NIA പിടികൂടിയിരുന്നു. അതായത് പെഹൽഗാം ബഡ്കോട്ട് സ്വദേശി പർവേസ് അഹമ്മദ് ജോത്തർ, കൂടാതെ ഹിൽ പാർക്ക് സ്വദേശി ബഷീർ അഹമ്മദ് ജോത്തർ എന്നിവരെയാണ് പിടികൂടിയത്. ഇവരെ ചോദ്യം ചെയ്യാൻ വിട്ടു നൽകണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് കോടതിയിൽ നൽകിയിട്ടുള്ള റിപ്പോർട്ടിലാണ് ഇക്കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടിയത്. ഇപ്പോൾ പിടിയിലായിട്ടുള്ള 2 പേരെയും കഴിഞ്ഞ ദിവസം 5 ദിവസത്തേക്ക് NIAയുടെ കസ്റ്റഡിയിൽ കോടതി വിട്ടിരുന്നു. ഇവിടെ ഈ 5 ദിവസവും ഇവരെ ചോദ്യം ചെയ്യും. പെഹൽഗാം വിനോദസഞ്ചാര കേന്ദ്രത്തിന് സമീപം ഒരു കുടിലിൽ ഈ പാകിസ്ഥാൻ ഭീകരർക്ക് താമസ സ്ഥലം ഒരുക്കുകയും അവർക്ക് ഭക്ഷണം ഉൾപ്പെടെയുള്ള മറ്റ് സൗകര്യങ്ങൾ ചെയ്തു നൽകുകയും അവരിലേക്ക് ആയുധങ്ങൾ എത്തിച്ചു നൽകാൻ സഹായിച്ചതും ഈ 2 പേരാണ് എന്ന് വളരെ കൃത്യമായി NIA ചൂണ്ടിക്കാട്ടി. അതായത് പ്രാദേശിക സഹായത്തോടുകൂടി പാകിസ്ഥാനിൽ നിന്നുള്ള ഭീകരർ തന്നെയാണ് പെഹൽഗാമിൽ അക്രമം നടത്തിയതെന്നുള്ളതാണ് NIA ഇപ്പോൾ പുതിയ റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടിയിട്ടുള്ളത്. വളരെ കൃത്യമായി ഭീകരാക്രമണത്തിന് പ്രാദേശിക സഹായം ലഭിച്ചു എന്നുള്ളതും ആ റിപ്പോർട്ടിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. ജമ്മു കാശ്മീരിനെ സംബന്ധിച്ച് വലിയൊരു വിഭാഗം ജനതയും മാറി ചിന്തിക്കുകയും ഭീകരരുടെ ചിന്താഗതി, അല്ലെങ്കിൽ നേരത്തെ ജമ്മു കാശ്മീർ സ്വതന്ത്രമാകണമെന്ന വിഘടനവാദ ചിന്താഗതി ഉപേക്ഷിച്ചുകൊണ്ട് ദേശീയതയിലേക്ക് അല്ലെങ്കിൽ ഭാരതത്തിൻ്റെ ആശയത്തിലേക്ക് എത്തുന്നുവെങ്കിൽ പോലും വളരെ ചെറിയൊരു ശതമാനം ആളുകൾ ഇപ്പോഴും ഭീകര ശക്തികൾക്കൊപ്പം നിൽക്കുന്നുണ്ട് എന്നുള്ളത് വളരെ പച്ചയായ വസ്തുതയാണ്. അത്തരത്തിലുള്ള ആളുകളുടെ പ്രാദേശികമായ സഹായം പെഹൽഗാം ഭീകരാക്രമണം നടത്തിയിട്ടുള്ള പാകിസ്ഥാൻ ഭീകരർക്ക് ലഭിച്ചു എന്നാണ് വ്യക്തമാക്കിയിട്ടുള്ളത്. ഏതായാലും പെഹൽഗാം ഭീകരാക്രമണത്തിന് പിന്നിൽ പാകിസ്ഥാൻ തന്നെയാണ്. പാകിസ്ഥാനിൽ പരിശീലനം ലഭിച്ച ലഷ്കർ-ഇ-തോയ്ബ ഭീകരരാണ് എന്നുള്ളതാണ് NIA ചൂണ്ടിക്കാട്ടിയിട്ടുള്ളത്. ആ 3 ഭീകരരുടെ പേര് വിവരങ്ങൾ തൽക്കാലം രഹസ്യമായി സൂക്ഷിക്കും. അന്വേഷണത്തിലെ ഉചിതമായ ഘട്ടത്തിൽ ഈ പേര് വിവരങ്ങൾ പുറത്തുവിടുമെന്നാണ് NIA ചൂണ്ടിക്കാട്ടിയത്. വീണ. ഓക്കെ, ശരി ജിഷ്ണു. തിരുവനന്തപുരത്ത് സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിൽ തുടരുന്ന മുൻ മുഖ്യമന്ത്രി VS അച്യുതാനന്ദന്റെ ആരോഗ്യനിലയിൽ നേരിയ പുരോഗതി. കാർഡിയോ ന്യൂറോ വിഭാഗങ്ങളിൽ നിന്നുള്ള വിദഗ്ധ സംഘമാണ് VSന്റെ ചികിത്സയ്ക്ക് നേതൃത്വം നൽകുന്നതെന്ന് 11:30 പുറത്തുവന്ന മെഡിക്കൽ ബുള്ളറ്റിൻ. ഹൃദയാഘാതത്തെ തുടർന്ന് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച ശേഷം ഇതാദ്യമായാണ് VSന്റെ ആരോഗ്യനിലയിൽ പുരോഗതി രേഖപ്പെടുത്തുന്നത്. ചികിത്സയിൽ തുടരുന്ന VS അച്യുതാനന്ദനെ കാണാൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ ആശുപത്രിയിലെത്തി. വെന്റിലേറ്ററിൽ കഴിയുന്ന VSനെ നേരിട്ട് കാണാൻ കഴിഞ്ഞില്ലെങ്കിലും കുടുംബാംഗങ്ങളോടും ഡോക്ടർമാരോടും VSന്റെ ആരോഗ്യ വിവരങ്ങൾ അന്വേഷിച്ച ശേഷമാണ് മുഖ്യമന്ത്രി മടങ്ങിയത്. 7 മിനിറ്റ് നേരം ആശുപത്രിയിൽ ചെലവഴിച്ച മുഖ്യമന്ത്രി മാധ്യമങ്ങളോട് സംസാരിക്കാൻ താൽപ്പര്യം പ്രകടിപ്പിച്ചില്ല. സംസ്ഥാന വ്യാപകമായി പ്രതിഷേധം ശക്തമായതോടെ PM ശ്രീ പദ്ധതിയിൽ ചർച്ച നടത്താനൊരുങ്ങി മന്ത്രി. ABVP പ്രവർത്തകരുടെ നിവേദനത്തിന്റെയും പ്രതിഷേധങ്ങളുടെയും പശ്ചാത്തലത്തിലാണ് നിലപാട് മാറ്റം. ബുധനാഴ്ച ഉച്ചയ്ക്ക് 2:30 മന്ത്രിയുടെ ചേംബറിലാണ് വിദ്യാർത്ഥി സംഘടനാ പ്രതിനിധികളുമായി ചർച്ച. ABVPയുടെ ശക്തമായ സമരങ്ങളുടെ വിജയം കൂടിയാണ് PM ശ്രീയിലെ മന്ത്രിതല ചർച്ച.
PM ശ്രീ പദ്ധതിയിൽ രാജ്യത്തെ മിക്ക സംസ്ഥാനങ്ങളും ഒപ്പുവെച്ചപ്പോഴും കേരളം ഇതിൽ നിന്ന് വിട്ടുനിൽക്കുകയാണ്. ABVP പ്രതിഷേധം ശക്തമാക്കിയതിന്റെ ഭാഗമായി സെക്രട്ടേറിയറ്റിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തിയും വിദ്യാഭ്യാസ മന്ത്രി V ശിവൻകുട്ടിയെ ABVP പ്രവർത്തകർ റോഡിൽ തടയുകയും ചെയ്തു. വിദ്യാർത്ഥികൾക്ക് ലഭ്യമാകേണ്ട ആനുകൂല്യങ്ങളും അവകാശങ്ങളും തടഞ്ഞുവെക്കുന്നതിനും പദ്ധതിയിൽ ഒപ്പുവെക്കാത്തതിലും വിദ്യാഭ്യാസ വകുപ്പിനെതിരെ ABVP പ്രവർത്തകർ പ്രതിഷേധം ശക്തമാക്കിയതിനു പിന്നാലെയാണ് ABVP പ്രവർത്തകർ ഉൾപ്പെടെയുള്ള വിദ്യാർത്ഥി പ്രസ്ഥാനത്തിലെ പ്രതിനിധികളുമായി സർക്കാർ ചർച്ചയ്ക്ക് തയ്യാറായത്. PM ശ്രീ പദ്ധതിയെപ്പറ്റി അറിയില്ല എന്ന് പറഞ്ഞ, ABVP എന്ത് വിഷയത്തിലാണ് സമരം ചെയ്യുന്നതെന്ന് അറിയില്ല എന്ന് പറഞ്ഞ വിദ്യാഭ്യാസ മന്ത്രി V ശിവൻകുട്ടിക്ക് PM ശ്രീ പദ്ധതിയിൽ ഈ ബുധനാഴ്ച ABVP ചർച്ചയ്ക്ക് വിളിക്കേണ്ട സാഹചര്യത്തിലേക്ക് V ശിവൻകുട്ടിക്ക് എത്തേണ്ട അവസ്ഥയിലേക്ക് എത്തിയിരിക്കുകയാണ് കാര്യങ്ങൾ. അതിക്രൂരമായി മർദ്ദിച്ചാലും 1000 കേസ് ചാർത്തി തന്നാലും ജയിലറകളെ പുൽകണ്ടി വന്നാലും വിദ്യാർത്ഥി അവകാശ സമരങ്ങൾക്ക് വേണ്ടി മുൻപന്തിയിൽ ABVP ഉണ്ടാവും. PM ശ്രീ പദ്ധതിയിൽ കേരളം ഒപ്പുവെക്കുന്നിടം വരെ ശക്തമായ സമര പോരാട്ടങ്ങളുമായിട്ട് ABVP വിദ്യാർത്ഥി പക്ഷത്ത് നിന്ന് പോരാടും. ബുധനാഴ്ച തിരുവനന്തപുരത്ത് വിദ്യാഭ്യാസ മന്ത്രി V ശിവൻകുട്ടിയുടെ ചേംബറിൽ ചർച്ച നടക്കും. സർക്കാരിന്റെ ഭാഗത്തു നിന്നുള്ള കാര്യങ്ങൾ സർക്കാർ വിശദീകരിക്കുന്നതോടൊപ്പം PM ശ്രീ പദ്ധതി ഒപ്പുവെക്കാത്തതിൽ വിദ്യാർത്ഥി സംഘടനാ പ്രതിനിധികളെയും സർക്കാർ കേൾക്കും. മറ്റ് വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങൾ വിഷയം തിരസ്കരിച്ചപ്പോഴാണ് ABVP ശക്തമായ പ്രതിഷേധവുമായി രംഗത്തെത്തിയത്. ABVP തന്നെയാണ് ഇത്തരമൊരു ചർച്ച വേണമെന്നാവശ്യപ്പെട്ട് വിദ്യാഭ്യാസ മന്ത്രി V ശിവൻകുട്ടിയെ കാണുകയും ചെയ്തത്. ഇതിനു പിന്നാലെയാണ് ബുധനാഴ്ചത്തെ ചർച്ച. ജനം, തിരുവനന്തപുരം. മുസ്ലിം സ്ത്രീകൾ മുഖം മറയ്ക്കുന്നില്ല, നിഖാബ് ധരിക്കുന്നില്ല, വസ്ത്രധാരണം ശരിയല്ല തുടങ്ങിയ ആരോപണങ്ങൾ ഉന്നയിച്ച് സംസ്ഥയിലെ AP വിഭാഗം സ്ത്രീകൾക്കെതിരെ അപവാദ പ്രചരണം നടത്തുന്നതിനെതിരെ പോലീസ് കേസെടുത്തിട്ടും പരിഹാരമില്ലെന്ന് സാവിയത്ത് സൂഫിയ സംഘടനാ അംഗങ്ങൾ. സംസ്ഥയിൽ AP വിഭാഗത്തിൽ നിന്ന് ഭിന്നിച്ചു പോയവർ ചേർന്നുണ്ടാക്കിയ സംഘടനയാണ് സാവിയത്ത് സൂഫിയ. ഈ സംഘടനയിലെ നേതാക്കളുടെ കുടുംബാംഗങ്ങളായ സ്ത്രീകളുടെ നേരെയാണ് അശ്ലീല പ്രയോഗവും അപവാദ പ്രചാരണവും തുടരുന്നത് എന്നാണ് പരാതി. സമസ്തയിലെ AP വിഭാഗത്തിൽ നിന്നും ഭിന്നിച്ചുപോയ മുസ്ലിം സംഘടനയായ സാവിയത്ത് സൂഫിയിലെ നേതാക്കളുടെ കുടുംബങ്ങളുടെ ചിത്രങ്ങളും വീഡിയോയുമെടുത്ത് സമസ്ത AP വിഭാഗം അപവാദ പ്രചരണം നടത്തുന്നത് തുടരുകയാണെന്നാണ് പരാതി. സ്ത്രീകൾ നിഖാബ് ധരിച്ചില്ല, മുഖം മറച്ചില്ല തുടങ്ങിയ കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടിയായിരുന്നു സമൂഹ മാധ്യമങ്ങളിലൂടെയുള്ള അധിക്ഷേപവും പരിഹാസവും. വിഷയം ചൂണ്ടിക്കാണിച്ച് സമസ്ത AP വിഭാഗത്തിലെ ചിലർക്കെതിരെ സാവിയത്ത് സൂഫിയിലെ നേതാക്കൾ പോലീസിൽ പരാതി നൽകുകയും പോലീസ് കേസെടുക്കുകയും ചെയ്തിരുന്നു. മാത്രമല്ല, കോഴിക്കോട് മുതലക്കുളത്ത് പ്രതിഷേധ സംഗമവും നടത്തിയിരുന്നു. ഇതിനിടയിലും സമസ്തയിലെ AP വിഭാഗത്തിലെ നേതാക്കൾ അപവാദ പ്രചരണങ്ങൾ തുടരുകയാണെന്നാണ് നിലവിലെ പരാതി. സ്ത്രീ സമൂഹത്തെ അപമാനിക്കുന്നവർക്കെതിരെ ശക്തമായ നടപടികൾ ഉണ്ടാകണമെന്നാണ് നിലവിലെ സംഘടനയുടെ ആവശ്യം. AP വിഭാഗം നേതാക്കളുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നത് താലിബാന്റെ നയമാണെന്നാണ് ഉയരുന്ന പ്രധാന ആരോപണം. ജനം, കോഴിക്കോട്. സംസ്ഥാന സർക്കാരിന്റെ കടമെടുപ്പ് മാമാങ്കം തുടരുന്നു. 2000 കോടിക്കായുള്ള കടപ്പത്ര ലേലം ഇന്ന് മുംബൈയിൽ നടക്കും. ഈ സാമ്പത്തിക വർഷത്തെ സർക്കാരിന്റെ ആകെ കടമെടുപ്പ് 12,000 കോടിയിലേക്ക്. നടപ്പ് സാമ്പത്തിക വർഷം 3 മാസം പിന്നിടുമ്പോൾ 2000 കോടി രൂപയുള്ള കടപ്പത്ര ലേലം ഇന്ന് മുംബൈയിൽ നടക്കും. ഈ സാമ്പത്തിക വർഷത്തെ സംസ്ഥാന സർക്കാരിന്റെ ആകെ കടമെടുപ്പ് 12,000 കോടിയിലേക്ക് കടന്നു. നടപ്പ് സാമ്പത്തിക വർഷത്തിൽ വിരമിക്കൽ പ്രായം ഉൾപ്പെടെ വർദ്ധിപ്പിച്ചുകൊണ്ട് സംസ്ഥാന സർക്കാർ സാമ്പത്തിക ഭദ്രത നടപ്പിലാക്കാൻ ശ്രമിച്ചു. എന്നാൽ അത് പാളി. പെൻഷൻ, മറ്റ് ആനുകൂല്യങ്ങൾ, ശമ്പളം തുടങ്ങിയ ആവശ്യങ്ങൾക്കായി ഈ മാസം അധിക തുക വേണ്ടിവരും. 1 മാസത്തെ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ വിതരണം നേരത്തെ പ്രഖ്യാപിച്ചതാണ്. ഇതിന് പിന്നാലെയാണ് വീണ്ടും കടമെടുക്കാൻ സംസ്ഥാന സർക്കാർ ഒരുങ്ങുന്നത്. ഏപ്രിൽ മാസത്തിൽ സർക്കാർ 3000 കോടി കടമെടുത്തിരുന്നു. മെയ് മാസത്തിലാകട്ടെ 4000 കോടിയാണ് കടമെടുത്തത്. ജൂണിൽ 2 തവണയായി കടമെടുത്തത് 5000 കോടിയും. അങ്ങനെ 2025-26 സാമ്പത്തിക വർഷം ആകെ മൊത്തം 5 തവണയായി 12,000 കോടി രൂപയാണ് സംസ്ഥാന സർക്കാർ കടമെടുക്കുന്നത്. സംസ്ഥാനത്തിന് വലിയ കടബാധ്യതയില്ലെന്ന് മുഖ്യമന്ത്രിയും ധനമന്ത്രിയും ആവർത്തിക്കുന്നതിനിടെ ആകെ കടം 6 ലക്ഷം കോടിയിലെത്തി നിൽക്കുകയാണ്. പെൻഷൻ കമ്പനിയുടെ ബാധ്യത, കിഫ്ബി വഴിയുള്ള വായ്പയുമാണ് കേരളത്തിന്റെ കടബാധ്യത 6 ലക്ഷം കോടിയായി ഉയർത്തിയത്. ഇതിനു പുറമെ ജീവനക്കാർ, പെൻഷൻകാർ, ക്ഷേമ പെൻഷൻ, ക്ഷേമനിധി ബോർഡുകൾ, തൊഴിലാളി ക്ഷേമം കരാറുകാർ എന്നീ മേഖലകളിൽ 2 ലക്ഷം കോടിയുടെ കുടിശ്ശിക നൽകാനും സർക്കാരിനുണ്ട്. ഡിസംബർ വരെയുള്ള കടമെടുപ്പ് പരിധിയിൽ മുൻ വർഷത്തെ അപേക്ഷിച്ച് 8,276 കോടിയുടെ വർധനവിന് കേന്ദ്രം അനുമതി നൽകിയതാണ് സംസ്ഥാനത്തിന് ആശ്വാസമായത്. ജനം, തിരുവനന്തപുരം. കൊട്ടിയൂർ വൈശാഖ മഹോത്സവത്തിലെ 4 ആരാധനകളിൽ അവസാനത്തെ ആരാധനാ പൂജ ഇന്ന് രോഹിണി നാളിൽ അക്കരെ സന്നിധിയിൽ നടക്കും. സ്വയംഭൂവിനെ ആലിംഗനം ചെയ്ത് കുറുമാത്തൂർ നായ്ക്കൻ സ്ഥാനികൻ നടത്തുന്ന സവിശേഷമായ ആലിംഗന പുഷ്പാഞ്ജലി നടക്കുകയാണ്.
അക്ഷയ വഴിയുള്ള സേവനങ്ങൾക്ക് ചാർജ് വർധന വേണമെന്ന അപേക്ഷ പരിഗണിക്കണമെന്ന് ഹൈക്കോടതി. അക്ഷയ സെന്റർ നടത്തിപ്പുകാരുടെ അപേക്ഷ പരിഗണിച്ച് തീരുമാനമെടുക്കാൻ സർക്കാരിന് നിർദ്ദേശം. കരാർ പുതുക്കുന്നതിന് മുൻപ് ഇക്കാര്യത്തിൽ തീരുമാനം വേണമെന്നാണ് കോടതിയുടെ ഉത്തരവ്. ഇക്കഴിഞ്ഞ മെയ് 14-ന് അക്ഷയ സെന്റർ ഉടമകളുടെ സംഘടന സേവനങ്ങൾക്ക് ഈടാക്കുന്ന തുക വർദ്ധിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് സംസ്ഥാന സർക്കാരിന് മുന്നിൽ അപേക്ഷ സമർപ്പിച്ചിരുന്നു. എന്നാൽ ഈ അപേക്ഷ പരിഗണിച്ച് തീരുമാനമെടുക്കാൻ സർക്കാർ വൈകിയതോടെയാണ് അക്ഷയ സെന്റർ ഉടമകൾ ഹൈക്കോടതിയെ സമീപിച്ചത്. അതിനിടെ പരിഷ്കരിച്ച കരാർ നടപ്പിലാക്കുന്നതിനുള്ള നിർദ്ദേശവും സർക്കാർ നൽകിയിരുന്നു. കരാറിലെ വ്യവസ്ഥകളൊന്നും തന്നെ അക്ഷയ സെന്റർ ഉടമകൾക്ക് അറിവുണ്ടായിരുന്നതുമല്ല. എന്നാൽ ഹർജി പരിഗണിച്ച സിംഗിൾ ബെഞ്ച് അക്ഷയ സെന്റർ വഴിയുള്ള സേവനങ്ങൾക്ക് ചാർജ് വർദ്ധിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് ഉടമകൾ നൽകിയ അപേക്ഷ പരിഗണിച്ച് തീരുമാനമെടുക്കാൻ ഉത്തരവിട്ടു. കൂടാതെ അക്ഷയ സെന്റർ ഉടമകൾക്ക് നിലവിലെ കരാർ നടപ്പിലാക്കാമെന്നും കോടതി ഉത്തരവ് കരാർ നടപ്പിലാക്കാതിരിക്കുവാനുള്ള കാരണമാകരുതെന്നും സിംഗിൾ ബെഞ്ച് എടുത്തു പറഞ്ഞു. ജനം, കൊച്ചി. പാലക്കാട് മണ്ണാർക്കാട് ബാങ്കിൽ കവർച്ചാശ്രമം. ആര്യമ്പാവ് PNY സഭാ ബാങ്കിൽ പുലർച്ചെയായിരുന്നു കവർച്ചാശ്രമം. സംഭവ സ്ഥലത്ത് നിന്ന് മുളക് പൊടിയും മറ്റ് സാധനങ്ങളും കണ്ടെത്തി. അരുൺ ആലത്തൂർ ചേരുന്ന വിവരങ്ങളുമായി. അരുൺ, വിവരങ്ങൾ എന്താണ്? ആര്യമ്പാവിൽ പ്രവർത്തിച്ചു വരുന്ന PNY സഭാ ഫിനാൻസ് ലിമിറ്റഡിന്റെ ബ്രാഞ്ചിൽ ഇന്ന് പുലർച്ചെയാണ് കവർച്ചാശ്രമം ഉണ്ടായത്. സ്ഥലത്തെത്തി നാട്ടുകൽ പോലീസ് പരിശോധനയും നടത്തുകയുണ്ടായി. സ്ഥാപനം തുറക്കാനെത്തിയ ജീവനക്കാരാണ് ഈ സംഭവം ആദ്യം പോലീസിൽ അറിയിച്ചത്. സ്ഥാപനത്തിന്റെ അകത്ത് കൗണ്ടറുകളുടെ മുകളിലും ഷട്ടറിന്റെ പൂട്ട് പൊളിച്ച ഭാഗത്തും മുളക് പൊടി വിതറിയ ഒരു സാഹചര്യത്തിലായിരുന്നു. CCTVകളൊക്കെ നശിപ്പിക്കപ്പെട്ട നിലയിലുമാണ് കണ്ടെത്തിയിരിക്കുന്നത്. ലോക്കർ തുറക്കാൻ ശ്രമം നടത്തിയതായും പോലീസ് പറയുന്നുണ്ട്. ഏതായാലും നാട്ടുകൽ പോലീസ് സംഭവത്തിൽ വിശദമായ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ഓക്കെ, ശരി അരുൺ. ചെളി കയറി മൂടിയ വയനാട് തൃശ്ശിലേരി കാറ്റാടിക്കവലയിലെ ബസ് കാത്തിരിപ്പ് കേന്ദ്രം വൃത്തിയാക്കി വയോധികയുടെ മാതൃക. റോഡിലൂടെ ഒഴുകുന്ന മഴവെള്ളം ചെളി നിറഞ്ഞ ബസ് കാത്തിരിപ്പ് കേന്ദ്രത്തിലേക്കാണ് ഒഴുകിയിരുന്നത്. ബസ് സ്റ്റോപ്പ് ആരും വൃത്തിയാക്കാത്തതിനെ തുടർന്നാണ് 65 വയസ്സുകാരി സീത ഒറ്റയ്ക്ക് ബസ് സ്റ്റോപ്പും പരിസരവും വൃത്തിയാക്കിയത്. നാളുകളായി ചളിക്കുളമായി കിടന്ന ബസ് സ്റ്റോപ്പാണ് സീത ഒറ്റയ്ക്ക് വൃത്തിയാക്കാൻ മുന്നിട്ടിറങ്ങിയത്. സീതയുടെ പ്രായവും അതിന് തടസ്സമായില്ല. മഴ ആരംഭിച്ച കാലം മുതൽ കാറ്റാടിക്കവലയിലെ ബസ് കാത്തിരിപ്പ് കേന്ദ്രം ചെളി നിറഞ്ഞു കിടക്കുകയായിരുന്നു. അധികൃതരോ മറ്റു സംഘടനകളോ ഇത് വൃത്തിയാക്കാൻ തയ്യാറാവാത്ത സാഹചര്യത്തിലാണ് തൃശ്ശിലേരി വരിനിലം സ്വദേശിയായ 65 വയസ്സുകാരി സീത ഇവിടം വൃത്തിയാക്കാൻ തീരുമാനിച്ചത്. പിന്നീട് ഒന്നും ആലോചിച്ചില്ല. ഒരു തൂമ്പയും എടുത്ത ബസ് സ്റ്റോപ്പും പരിസരവും വൃത്തിയാക്കാൻ തുടങ്ങി. വേസ്റ്റ് ഷെഡിലേക്ക് വെള്ളം കയറുന്ന കണ്ടുകൊണ്ടിരിക്കുന്നു. അപ്പോൾ എൻ്റെ കയ്യിൽ തൂമ്പ് ഉണ്ടാവില്ല. എപ്പോഴും വിചാരിക്കുന്നത് വൃത്തിയാക്കണം. എപ്പോഴും എൻ്റെ കയ്യിൽ തൂമ്പ് ഉണ്ടാവില്ല. ഇന്നിപ്പോൾ ഞാൻ വീട്ടിൽ പോയി തൂമ്പ എടുത്ത് വന്ന് അപ്പോൾ വെള്ളം വേസ്റ്റ് ഷെഡിലേക്ക് കയറാത്ത വിധത്തിൽ വൃത്തിയാക്കി ഇനി വീട്ടിൽ പോയിട്ട് ബക്കറ്റ് എടുത്തുകൊണ്ട് വേസ്റ്റ് ഷെഡ് ഒന്ന് കഴുകിയിടണം. ബസ് കാത്തിരിപ്പ് കേന്ദ്രത്തിൽ നിന്നും 1.5 കിലോമീറ്റർ ദൂരത്താണ് സീത താമസിക്കുന്നത്. സീത ഇതിനു മുൻപും പതിവായി ബസ് കാത്തിരിപ്പ് കേന്ദ്രം വൃത്തിയാക്കിയിരുന്നു. 65-ാം വയസ്സിലും പതിവായി എത്തി പൊതുവിടം ശുചിയാക്കുന്ന സീത ഇതൊരു സേവനമായിട്ടല്ല, ഉത്തരവാദിത്തമായാണ് കാണുന്നത്. ജനം, വയനാട്. ഹൈറേഞ്ചിന്റെ കാർഷിക വിദ്യാലയം എന്നറിയപ്പെടുന്ന രാജാക്കാട് ഗവൺമെന്റ് പഴയ വിടുതി ഗവൺമെന്റ് UP സ്കൂളിൽ ഇത്തവണയും അധ്യയന വർഷം ആരംഭിച്ചതോടെ വിദ്യാർത്ഥികളുടെ കാർഷിക പ്രവർത്തനങ്ങൾക്കും തുടക്കമായി. വിളയട്ടെ നൂറുമേനി എന്ന മുദ്രാവാക്യമുയർത്തി ഓണത്തിന് വിളവെടുക്കാൻ മഴമറയ്ക്കുള്ളിൽ ജൈവ പച്ചക്കറി കൃഷിക്കാണ് തുടക്കം കുറിച്ചിരിക്കുന്നത്. കാർഷിക കേരളത്തിന് തന്നെ അഭിമാനമാണ് സംസ്ഥാനത്തെ തന്നെ മികച്ച സർക്കാർ സ്കൂളുകളിലൊന്നായ രാജാക്കാട് പഴയ വിടുതി ഗവൺമെന്റ് UP സ്കൂൾ.
പാഠ്യ വിഷയങ്ങൾക്കൊപ്പം പാഠ്യേതര വിഷയങ്ങളിലും കുട്ടികളെ വളർത്തിയെടുക്കുന്നതിൽ വിവിധ പദ്ധതികളാണ് സ്കൂളിൽ നടപ്പാക്കി വരുന്നത്. ഒപ്പം ഓരോ കുട്ടിയെയും നല്ല കർഷകരാക്കി മാറ്റിയെടുക്കുക കൂടിയാണ് ഈ ഹരിത വിദ്യാലയം. കൃഷി വായിച്ചറിയേണ്ടതല്ല, മറിച്ച് അത് അനുഭവ പാഠത്തിലൂടെ പഠിക്കേണ്ടതാണ് എന്നതാണ് സ്കൂളിലെ അധ്യാപകരുടെ പക്ഷം. അതുകൊണ്ട് തന്നെ കൃഷിയുടെ പ്രാധാന്യവും ജൈവ കൃഷി രീതിയും കുട്ടികൾ പഠിക്കുന്നത് കൃഷി ചെയ്തു തന്നെയാണ്. ഈ കാരണത്താൽ പഴയവിടുതി UP സ്കൂളിൽ നിന്നും പഠിച്ചിറങ്ങുന്ന ഓരോ കുട്ടിയും മികച്ച കുട്ടി കർഷകർ കൂടിയാണ്. സ്കൂളിൽ നിന്നും കൃഷിപാഠങ്ങൾ പഠിച്ചു തുടങ്ങുമ്പോൾ തന്നെ വീടുകളിലും കുട്ടികൾ കൃഷി ആരംഭിക്കും. അതിന്റെ തുടക്കമാണ് ഈ അധ്യയന വർഷാരംഭത്തിൽ സ്കൂളിലെ മഴമറയ്ക്കുള്ളിൽ ആരംഭിച്ചിരിക്കുന്നത്. പഴയവിടുതി ഗവൺമെൻറ് UP സ്കൂളിൽ ഈ അധ്യയന വർഷത്തിൻ്റെ ആരംഭത്തോടുകൂടി കൃഷിയും ആരംഭിച്ചിരിക്കുകയാണ്. പഠന പ്രവർത്തനങ്ങളോടൊപ്പം കാർഷിക പ്രവർത്തനങ്ങളും അതുപോലെ തന്നെ കൃഷിപാഠങ്ങളും ജൈവ കൃഷി പാഠങ്ങളും കുട്ടികൾക്ക് പകർന്നു നൽകിയാണ് ഞങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. സ്കൂളിലെ ഉച്ചഭക്ഷണ പദ്ധതിക്ക് ആവശ്യമായ പച്ചക്കറികൾ കഴിഞ്ഞ വർഷങ്ങളിൽ വിളയിച്ചെടുക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട്. ഈ വർഷം അതിനുപരിയായി വിളയിക്കാൻ ഞങ്ങൾ ശ്രമിക്കുന്നതാണ്. വളരെ ഉത്സാഹത്തോടു കൂടി ഞങ്ങളുടെ കുട്ടി കർഷകരും ഈ കാർഷിക വൃത്തിയിൽ ഞങ്ങളോടൊപ്പം സഹകരിക്കുന്നു. ഇത്തവണയും ഞങ്ങൾ കഴിഞ്ഞ വർഷത്തേക്കാളും പച്ചക്കറികൾ ഉണ്ടാകാനായിട്ട് തൈകൾ നട്ടിട്ടുണ്ട്. വഴുതന, തക്കാളി എല്ലാം ഉണ്ട്. ഓണക്കാലത്തെ ലക്ഷ്യം വെച്ചുള്ള പച്ചക്കറി കൃഷിയാണ് ആരംഭിച്ചിരിക്കുന്നത്. തികച്ചും ജൈവ രീതിയിൽ കുട്ടികൾ തന്നെ പരിപാലിച്ചുണ്ടാക്കുന്ന പച്ചക്കറികൾ കൊണ്ടാണ് എല്ലാ വർഷവും ഉച്ചഭക്ഷണത്തിനുള്ള കറികൾ വിളമ്പുന്നത്. ഉച്ചഭക്ഷണത്തിന് എടുത്തതിനു ശേഷം ബാക്കിയുള്ളവ കുട്ടികൾക്ക് വീടുകളിലേക്ക് കൊടുത്തയക്കും. അതിനുശേഷമുള്ളവ കുട്ടികൾ തന്നെ സ്കൂളിൽ നടത്തുന്ന ആഴ്ചച്ചന്തയിൽ വിൽപ്പന നടത്തും. ഇതിൽ നിന്ന് കിട്ടുന്ന വരുമാനം ഉപയോഗിച്ച് ജീവകാരുണ്യ പ്രവർത്തനങ്ങളും ഇവർ നടത്തുന്നു. അങ്ങനെ എല്ലാ തരത്തിലും ഒരു മാതൃകയാണ് കുടിയേറ്റ ചരിത്രം നിറഞ്ഞു നിൽക്കുന്ന ഈ വിദ്യാലയം. പ്രധാന അധ്യാപകനായ ആസാദ്, അധ്യാപകൻ ജോഷി തോമസ് എന്നിവരുടെ നേതൃത്വത്തിൽ അധ്യാപകരും PTA ഭാരവാഹികളുമാണ് കുട്ടി കർഷകരുടെ കൃഷിക്ക് വേണ്ട സഹായങ്ങൾ ചെയ്തു നൽകുന്നത്. ജനം, ഇടുക്കി. അറബിക്കടലിൽ തീപിടിച്ച സിംഗപ്പൂർ ചരക്ക് കപ്പലായ വാൻഹായ് 503 ഉള്ളിൽ കയറിയുള്ള പരിശോധനകൾ തുടങ്ങി. കപ്പലിലെ തീയുള്ള ഭാഗങ്ങൾ കണ്ടെത്താൻ തെർമൽ ഇമേജിംഗ് ക്യാമറകൾ ഉപയോഗിച്ചുള്ള പരിശോധനകളാണ് നടക്കുന്നത്. കപ്പലിന്റെ വോയിസ് ഡാറ്റ റെക്കോർഡർ വീണ്ടെടുക്കാനുള്ള ശ്രമങ്ങളും ആരംഭിച്ചു. തീ 95% അണയ്ക്കാൻ കഴിഞ്ഞതോടെയാണ് സാൽവേജ് സംഘം കപ്പലിനകത്ത് കയറി പരിശോധന തുടങ്ങിയത്. കപ്പലിൽ തീയുള്ള ഭാഗങ്ങൾ കണ്ടെത്താൻ തെർമൽ ഇമേജിംഗ് ക്യാമറകൾ ഉപയോഗിച്ചാണ് പരിശോധന. കപ്പലിൽ നിന്ന് നിലവിൽ പുക മാത്രമാണ് ഉയരുന്നത്. ഉള്ളറകളിൽ എവിടെയെങ്കിലും അപകടകരമായ രീതിയിൽ തീയുണ്ടോ എന്ന് കണ്ടെത്താനാണ് ശ്രമം. പുക വമിക്കുന്ന കപ്പലിനുള്ളിൽ അപകടരഹിതമായി ശ്വസിക്കാൻ സഹായിക്കുന്ന സെൽഫ് കണ്ടെയ്ൻഡ് ബ്രീത്തിംഗ് അപ്പാരറ്റ് സെറ്റുകൾ അണിഞ്ഞാണ് രക്ഷാപ്രവർത്തനം. വെള്ളവും പതയും രാസവസ്തുക്കളും പമ്പ് ചെയ്ത് കപ്പലിന്റെ ഉള്ളറകൾ തണുപ്പിക്കാനുള്ള ശ്രമങ്ങളും തുടരുകയാണ്. കടലിൽ ഇടവിട്ട് കാറ്റും മഴയുമുണ്ട്. കാലാവസ്ഥ അനുകൂലമാകുമ്പോൾ രക്ഷാപ്രവർത്തകരെ കപ്പലിലെത്തിച്ചും മഴയും കാറ്റും ആരംഭിക്കുമ്പോൾ ടഗുകളിലേക്ക് തിരികെ മടക്കിക്കൊണ്ടുവന്നുമാണ് പ്രവർത്തനങ്ങൾ മുന്നോട്ടു പോകുന്നത്. തീയണയ്ക്കാൻ ആവശ്യമായ ഉപകരണങ്ങളും ജനറേറ്ററുകളും കപ്പലിലെത്തിച്ചിട്ടുണ്ട്. കപ്പലിന്റെ വോയിസ് ഡാറ്റ റെക്കോർഡർ വീണ്ടെടുക്കാനുള്ള ശ്രമങ്ങളും തുടങ്ങി. കാണാതായ 4 ജീവനക്കാരെ ഇതുവരെ കണ്ടെത്തിയിട്ടില്ല. ഇവർ കപ്പലിനുള്ളിൽ തന്നെയുണ്ട് എന്ന നിഗമനത്തിലാണ് രക്ഷാ ദൗത്യ സംഘം. കൊച്ചി തീരത്ത് നിന്ന് 63 നോട്ടിക്കൽ മൈൽ അകലെയാണ് നിലവിൽ വാൻഹായ് 503. ജനം, കൊച്ചി. ഉച്ചവാർത്ത പൂർണ്ണമാകുന്നു. ഇനി ഇടവേളയ്ക്ക് ശേഷം ന്യൂസ് at 2 PM കാണാം. നമസ്തേ. Oh